ദിവസമാണ് എൻ്റെ ഈ പൈതലിൻ്റെയും നൽകിയത്. എൻ്റെ മാതാവും അതീവ കഷ്ടതയിലായിരുന്നു. അന്ന് നടത്തിപ്പുകാരും മതവും നടന്നിരുന്ന സ്വഭാവവും സഹോദരികളെല്ലാം അന്ന് 7 ദിവസമായി പ്രാർത്ഥിച്ചു വരുന്നു. ആ സമയത്ത് പൂർണ്ണമായ ഒരു വിടുതൽ നൽകി. പൂർണ്ണമായ വളർച്ച എത്തിയില്ല എന്നാണ് എൻ്റെ മാതാപിതാക്കൾ പറയുന്നത്. എങ്കിലും ഇന്നത്തെ കാലത്ത് ഐസിയുവിൽ വയ്ക്കാൻ സാധിച്ചില്ല. എൻ്റെ പിതാവ് തന്നെ പൊതിഞ്ഞ് സൂക്ഷിച്ചു. പല പ്രാവശ്യം എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ മരണപ്പെട്ടു. എൻ്റെ പിതാവ് ഞാൻ ചെറുപ്പമായിരുന്നു ആ സമയത്ത്. എങ്കിലും ദൈവത്തോട് വിട്ട് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോയതായി എൻ്റെ പിതാവ് പറഞ്ഞു. അതിനെല്ലാം എൻ്റെ പിതാവ് മാതാവിനോട് അത്ഭുതത്തോട് ദൈവത്തോടും കച്ചിനോടും നിലവിളിയോടും ദൈവത്തോട് അപേക്ഷിച്ചതിനാൽ ദൈവം ഈ 49 വയസ്സ് വരെയും ദൈവം രവിൽ മറച്ചതേക്ക് സ്തോത്രം. വിദ്യാഭ്യാസക്കാരനെല്ലാം ദൈവം കൂടെ ഇരുന്നു. 10 വയസ്സിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തിക്കൊള്ളാം. 10 വയസ്സിൽ ദൈവം വലിയ അത്ഭുതം ചെയ്തതിനായി തുടിക്കുന്നു. സ്കൂളിൽ കടന്നു പോകുമ്പോൾ ഒരു പേപ്പട്ടി വന്ന് എൻ്റെ കാലിൽ കടിച്ചു. ആ ദേശത്തുള്ള എല്ലാവരെയും ആ പട്ടി കടിക്കുവാനിടയായി. പക്ഷേ എൻ്റെ പൈതൽ അറിഞ്ഞിട്ടില്ല. പേപ്പട്ടിയാണെന്ന് സ്കൂളിൽ പോയിട്ട് വന്ന് നേരെ ക്ഷേത്രത്തിലാണ് കടന്നു പോയത്. അന്ന് 10 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നിരുന്ന മദറും അന്നിരുന്ന നമ്മളെ ബ്രദറും എല്ലാം കൂടെ ചേർന്ന് ആ മുറിവിനെ കെട്ടി മരുന്നിട്ടൊടിച്ച് കഴുകി അതിനെല്ലാം വൃത്തിയാക്കിയ ശേഷം എൻ്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞു, മക്കളെ ഇതുവരെയും പോയിട്ട് സ്കൂളിൽ പോയിട്ട് വന്നില്ലല്ലോ. അങ്ങനെ പെയ്ത്തുൻ്റെ അടുത്ത് ഞങ്ങളുടെ വീട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ വരുന്നില്ല, എനിക്ക് എന്നെ പട്ടി കടിച്ചു. അതുകൊണ്ട് എൻ്റെ പിതാവിനെ വഴക്ക് പറയുമായിരുന്നു. പറഞ്ഞാൽ പട്ടി പട്ടി വന്നപ്പോൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അതിന് മുൻപായി എൻ്റെ പിതാവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞു, സാർ നിങ്ങളുടെ മകനെ പേപ്പട്ടി കടിച്ചു, അതിനാൽ നിങ്ങൾ എത്രയും വേഗം പോയി അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ പിതാവ് സമ്മതിച്ചില്ല. പിതാവ് പറഞ്ഞ് എൻ്റെ സ്വർഗത്തിലെ ദൈവം വലിയ പ്രവർത്തിക്കും അവരോട് പറഞ്ഞു. അതും പ്രകാരം എൻ്റെ ദൈവം നടത്തിപ്പുകാർ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അവർ 3 മാസം വരെയും മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരുന്നു മരണമോ വല്ലതും സംഭവിക്കുമോ എന്ന്. പക്ഷേ ആ പട്ടി ചത്തുപോയി. എങ്കിലും പേപ്പട്ടി വിഷം ആണെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞു. മറ്റുള്ളവരെല്ലാ ജനങ്ങളും ഓടി കുത്തിവയ്പ്പെടുക്കാൻ പോയി. എങ്കിലും എൻ്റെ ഈ പൈതൽ ഒന്നിനും പോകാതെ വേണം വിശ്വാസത്തിൽ. അന്ന് 10 വയസ്സ് മാത്രമേ ആയിട്ടുള്ളെങ്കിലും ആ വിശ്വാസത്തിൽ ഉറച്ചു. അന്ന് മുതൽ പലപ്പോഴും ഞങ്ങൾ സന്ധ്യയ്ക്ക് പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് എപ്പോഴും ഒരു പാട്ട് പാടാൻ ഞാൻ പറയും, അങ്ങനെ എപ്പോഴും ഒരു പാട്ട് എന്നൊന്നും പാടേണ്ട, ഞങ്ങൾക്ക് വല്ലപ്പൊരിക്കും പാടിയ പോലെ അല്ലേ വെച്ചാൽ ചോദിക്കും. പക്ഷേ എങ്കിലും ആ സ്വർലോകം നാടൻ്റെ നിത്യനാടായ ലോകം എന്ന് ഞാൻ കാണുമോ നിത്യത എന്ന പാട്ട് എന്നോട് ആവർത്തിച്ച് പാടാൻ പറയും. ആ സമയങ്ങളെല്ലാം 10, 11, 12 വയസ്സെങ്കിലും ആ പ്രത്യാശ ദൈവം കൊടുത്തു. ഇങ്ങനെയായിത്തീരും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എങ്കിലും ഞങ്ങളുടെ കൂടെ 16 വയസ്സ് വരെ അത്രയുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ എൻ്റെ ചേച്ചിയുടെ കൂടെയായിരുന്നു. എങ്കിലും ഇവിടെ തൃശ്ശൂർ സർട്ടിഫിക്കറ്റ് കടന്നു വരികയും അവിടെ വെച്ച് ദൈവത്തിനോട് അടുത്ത് ജീവിപ്പാനും കൂടുതലായി ദൈവത്തോട് അടുപ്പുണ്ടൊക്കെ വേണം ദൈവം ഇവിടെയാക്കി. ഇവിടെ തൃശ്ശൂർ വെച്ച് തന്നെ സുശീലവിലയ്ക്കായി കടന്നു പോവുകയും ചെയ്തു. അതിന് മുൻപായി പലവിധமான രോഗകഷ്ടങ്ങളെല്ലാം വന്നുവെങ്കിലും പ്രത്യാശയോട് ഒരു മരുന്നിന് പോലും അടിമയാക്കാതെ വണ്ണം ദൈവം പരിപാലിച്ചതേക്കായി സ്തുതിക്കുന്നു. 1999 സുശീലയിലേക്ക് കടന്നുപോയി ഞാൻ ഓർക്കുന്നത്. എങ്കിലും പിന്നെ 1 വർഷം അവിടെ നിന്ന് പിന്നെ അതിനുശേഷമാണ് സുശീലയിലേക്ക് കടന്നുപോയത്. എങ്കിലും വലിയവനാ ദൈവം ഇത്രത്തോളം 25 വർഷം വരെയും ദൈവം പരിപാലിച്ചു. അതിൻ്റെ ഇടയിൽ പലവിധമാർന്ന കഷ്ടങ്ങൾ പ്രയാസങ്ങളും എല്ലാം കടന്നു വന്നെങ്കിലും ഞങ്ങളെപ്പോഴും പലപ്പോഴും പറയും, വിറ്റ പശുവിനെ പുല്ല് പറിച്ചു കൊടുക്കണ്ട എൻ്റെ മാതാവിനോടെപ്പോഴും പറയും. അങ്ങനെ ഞങ്ങൾ രോഗത്തിന് കഷ്ടങ്ങൾ വന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിലും ഈ ഞാൻ സമയമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളാം. ഇന്ന് 2-3 ഈ തിങ്കളാഴ്ച ഞാൻ ഒരു സ്വപ്നം കാണുന്നതിനിടയായി ഒരു ചെറിയ ഒരു തെങ്ങ് 4 വശത്തും നല്ല ശരിക്കും ഓലകളെല്ലാം ഉണ്ട്. എങ്കിലും അത് ചരിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കണ്ടു.
അപ്പോഴും ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പോഴും അവൾ തന്നെ ചോദിച്ചു, അത് നല്ലൊരു ഫലപ്രദമായ ഒരു വൃക്ഷമാണല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയില്ലെങ്കിലും എൻ്റെ മകൻ്റെ വിവാഹം അടുത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്തു ഈ 6-ാം തീയതി. പക്ഷേ അതിന് റിപ്ലൈ വന്നില്ലായിരുന്നു. 8-ാം തീയതി ആയപ്പോൾ എന്നോട് ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ വിളിച്ചത്? ഞാൻ പറയും, എൻ്റെ മോൻ്റെ കല്യാണമാണ്, പ്രാർത്ഥിക്കണം, വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇല്ല, അത് ഒറ്റ ഒരു വാക്കിനെ പറഞ്ഞ നിർത്തി, ഇല്ല ഞാൻ വരില്ല, അതിനു മുമ്പേ കർത്താവിൻ്റെ വരവാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ മരണമാണോ എന്നുള്ള ഒരു വാക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു. എങ്കിലും ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സെൻട്രൽ പച്ച വിടൂലേ എന്ന് ഞാൻ ഒറ്റ വാക്ക് ഞാൻ ചോദിച്ചിപ്പം ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രത്തോളം ദൈവം പരിപാലിച്ചത് സ്തോത്രം. അവസാനം വരെയും നല്ല പോലെ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസത്തെ കാത്തു നീതിന് കിരീടം പ്രാപിച്ചതേക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടികൾ ഓടുന്നു. നീ എത്ര കാലം വീട്ടിൽ ശേഷിക്കുന്ന അറിയുന്നില്ല. അത്രയും കാലം ദൈവഹിത പ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ മഹത്തുള്ള വരിയിൽ കാണുവാൻ ഞാനും എൻ്റെ കുടുംബത്തെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കണേ. സാക്ഷ്യം എനിക്ക് ഇങ്ങനെ വിശുദ്ധന്മാരുടെയും പ്രിയപ്പെട്ട ദൈവങ്ങളുടെയും മുൻപാകെ സാക്ഷിയായി നോക്കുവാൻ തന്ന ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിലെ ഒരു യോസേഫാണ്. അത് എല്ലാ അർത്ഥത്തിനും അങ്ങനെയാണ്. ഞങ്ങളെക്കാൾ ഏറ്റവും ഇളയവനാണ്. എന്നാൽ സകല കാര്യത്തിൽ നല്ലൊരു അഭിപ്രായം അതുകൊണ്ടായിരിക്കും ഞങ്ങളത് പ്രായഭേദമന്യേ ഞങ്ങൾ പിതാവ് ഞങ്ങളതിന് ചെവി കൊടുക്കുകയും ഞങ്ങളതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു മുൻധാരണ ഉണ്ടാവും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഏകദേശം തൻ്റെ ആയുസിൻ്റെ പകുതി ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തു. ഈ വരുന്ന എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഈ വരുന്ന മാർച്ചിൽ അദ്ദേഹത്തിന് 50 വയസ്സാകുകയാണ്. ഏകദേശം 25 വയസ്സോളം ദൈവത്തിനായി 25 വയസ്സോളം കുടുംബത്തിനായി ജീവിച്ചു. ദൈവം അതിന് കൃപ നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല വിഷയങ്ങളും എന്നിൽ നിന്ന് ഏകദേശം 6 വയസ്സോളം ഇളയ ആളാണ്. പക്ഷേ പല കാര്യങ്ങളും ഞാൻ തന്നിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. വീട്ടിലെ സകല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് സന്ധ്യപ്രാർത്ഥന, സൺഡേ സ്കൂൾ വിഷയങ്ങളിൽ പപ്പ സൺഡേ സ്കൂൾ മാസ്റ്ററായി വളരെ നാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് മുൻപേ തന്നെ ഇദ്ദേഹം ഒരുങ്ങരടിയായിരിക്കും. ഞങ്ങളൊരു ജ്യേഷ്ഠനെ പോലെ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൻ്റെ സമയമാകുമ്പോൾ അതുപോലെ തന്നെ സന്ധ്യപ്രാർത്ഥനയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹോദരിയും ഒരു ഉപദേശിയും സിസ്റ്റർ എന്ന പോലെ വായക്കെടുത്തിട്ട് അവർ രണ്ടുപേരും പാട്ടും പ്രാർത്ഥനയും അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത്. തനിക്ക് ചെറിയ നാൾ മുതൽ പലവിധ ഘട്ടങ്ങൾ നേരിട്ടുള്ളതും ഞങ്ങളൊക്കെ അന്തരിപ്പിക്കുന്നതായ വിശ്വാസം ചെറിയ കാര്യത്തിലായാലും പുള്ളി കാണിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ചില സമയത്ത് ബലഹീനതയാലും ഞങ്ങൾ മരുന്നെടുത്തിട്ടുണ്ട്. ആ സമയമൊക്കെ എന്നോട് തന്നെ വളരെ വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ജീവിച്ചിട്ട് ഒരു നിസാര കാര്യത്തിനെങ്കിലും ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മരുന്നെടുക്കേണ്ടത്. പലപ്പോഴും ഞാൻ തല കുറിച്ചിട്ടുണ്ട് തൻ്റെ മുമ്പിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ മാതാവിന് ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വരികയുണ്ടായി. അതായത് ഏറ്റവും ശരിയാണെങ്കിൽ 2-3 മാസത്തിന് മുൻപ് വരികയുണ്ടായി. വളരെ നാൾ കൂടിയിട്ടാണ് വീട്ടിൽ വരുന്നത്. ഞാൻ അതിനെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ മാതാവിന് സുഖമില്ലാത്തതിനാൽ നടത്തിപ്പുകാരുടെ അനുഭവത്തോടി വന്നതാണ്. എന്നാൽ മാതാവിൻ്റെ അടുത്ത് ഒരു 2 മണിക്കൂർ പോലും ചിലവഴിക്കാതെ ഫെയ്ത്തോമുകളിലും അതുപോലെ തന്നെ അത്യാവശ്യം ജോലികളായി കഴിയുന്ന അമ്മമാരെയോ അങ്ങനെ കാണാനൊക്കെയാണ് അദ്ദേഹം ചിലവഴിച്ചത്. അമ്മയ്ക്ക് അതിൽ വലിയ പരിഭവം ഉണ്ടായിരുന്നു. ഇത്രയും ദൂരം നിന്ന് കണ്ടിട്ട് എൻ്റെ കൂടെ 2 മണിക്കൂറെങ്കിലും ചിലവാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ അമ്മ പരാതി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഫേസ്ബുക്ക് കടക്കാനേ പറ്റുള്ളൂ. അതെന്താണ് അങ്ങനെയൊന്നും പറയില്ലല്ലോ അമ്മ, അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് അന്നേരം മിക്കവാറും ഒരു വാക്ക് പറയും. അതേ ചിലർ ചത്താലും മരയ്ക്കകത്ത് തന്നെ കിടക്കണമെന്നാണ് പ്രമാണം. അതുകൊണ്ട് അടുത്തുള്ള ഫേസ്ബുക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയാണ് പോയാണ് തുടങ്ങിയത്. രാവിലെ എന്നെ വിളിച്ച് അവിടെ നിന്ന് അപ്പോൾ ഞാൻ തിരിച്ചു പോയി നമ്മളോട് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് ഞാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ തനിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അത് പറഞ്ഞു ഞങ്ങളെ കൂടെ നമ്മൾ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അമ്മയ്ക്ക് ആ ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞങ്ങൾക്ക് ഇതുവഴി തന്നെ പോകാൻ പേത്തൊക്കെ പ്രാർത്ഥിച്ചിറങ്ങി
അങ്ങനെയൊക്കെയാണ് എന്നാൽ അതുപോലെ തന്നെ പുള്ളി മാതാപിതാക്കൾ അതിൽ പ്രായമായവരെ വളരെയധികം സ്നേഹിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് വലിയ അമ്മമാരെ രോഗികളെയൊക്കെ വളരെ വളരെ യാതൊരു മടിയുമില്ലാതെ ശുശ്രൂഷിക്കാൻ വളരെ അവരുടെ പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളും പിന്മാറുന്ന സാഹചര്യത്തിൽ പുള്ളിക്ക് രോഗികളായവരും വളരെ വൃദ്ധരായവരെയും എന്ത് തന്നെ ആയാലും യാതൊരു മടിയും കൂടാതെ ശുശ്രൂഷിക്കുവാൻ അദ്ദേഹം കഴിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അവസാനമായി വയനാട്ടിൽ പല മതസ്ഥരും പുള്ളിയെ കാണാൻ പറ്റാതെ സങ്കടത്തോടെ തിരിച്ചു പോകുന്ന അന്നേരമെല്ലാം ഈ മറ്റുള്ളവരുമായിട്ടുള്ള ആ സഹകരണവും സ്നേഹവും നമുക്ക് അറിയുമ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാനാണ് കൊണ്ടുപോയി ഞങ്ങൾ സൈക്കിളിലും അതുപോലെ തന്നെ റോഡിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചു. പക്ഷേ ഒരു പ്രാവശ്യം പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്നേക്കാൾ അധികം പുള്ളിക്ക് പരിചയമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നേക്കാൾ അധികമായി പുള്ളിക്കാണ് ഇന്നും ചോദിക്കുന്നവരാണ്. ഇദ്ദേഹം അവിടുന്ന് പോയിട്ട് അനേക വർഷങ്ങളായി കണ്ടാൽ ചോദിക്കാതെ ഇന്നും എന്നെക്കാൾ കൂടുതൽ സ്നേഹവും ഇദ്ദേഹത്തിനോടാണ്. കാരണം എല്ലാവരോടും ഭയങ്കര കൂട്ടായ്മ, എല്ലാം ഭയങ്കര സ്നേഹവും സഹകരണവും. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മാർക്കില്ല. അങ്ങനെയാണ് തൻ്റെ ഈ സ്നേഹവും സഹകരണവും നാട്ടിലായാലും ഇവിടെ ആയാലും വിശ്വാസികളായാലും അങ്ങനെ തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി. ഈ നാളുകളിൽ തന്നെ ശുശ്രൂഷിക്കുവാൻ ഉള്ള സഹോദരങ്ങൾ ഒരാപകമില്ലാതെ നിൽക്കുന്നതിനെ ശുശ്രൂഷിക്കുന്നത് എനിക്ക് കാണാനിടയായി. അന്നേരമെല്ലാം എനിക്ക് ദൈവത്തിന് ഒരുപാട് ദുഃഖമുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്തിൻ്റെ സന്തോഷമുണ്ട്. തന്നെ സ്നേഹിക്കുന്ന എത്രയോ ദൈവമക്കൾ, എത്രയോ ക്രിസ്ത്യന്മാർ, അവരെല്ലാം ഏറെയായ എൻ്റെ പ്രിയനെ സ്നേഹിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. ഞാൻ നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ അവസാനമായി എനിക്ക് കാണുന്നതിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ കാണുമ്പോഴുള്ള അവസ്ഥ ഭയങ്കര സങ്കടകരമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ അവസ്ഥയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് ഭയങ്കരമായ ഒരു ഭാരം. ഞാൻ ദൈവത്തോട് ഞാൻ ചുമത്തിരുന്നത് ഞാൻ കരഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് ഈ അവസ്ഥ എനിക്ക് കാണാൻ വയ്യ. ഞാൻ പറഞ്ഞു. എന്നാൽ ഈ വേദന ഒന്നും അറിയാതെ ദൈവം തൻ്റെ തക്ക സമയത്ത് ദൈവം ചേർത്തതിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, കർത്താവേ, ഈ വിശുദ്ധന്മാർക്ക് ഇങ്ങനെ സകലവും തന്ന ഈ വിശുദ്ധന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ പരീക്ഷ എന്ന പോലെയുള്ള വ്യക്തികൾക്ക് എത്രയായിരിക്കും. പലപ്പോഴും ഞാൻ ഓർത്ത് ഞാൻ ഭയക്കാറുണ്ട്. ഇനിയുള്ള കാലം ദൈവഭയത്തോട് ജീവിച്ച് സർവ്വച്ച് നല്ല മാതൃക പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾക്കും ഒക്കെ നാട്ടിൽ വെച്ച് തന്നെ കാണാമെന്നുള്ള പ്രത്യാശയോടെ അതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ശുശ്രൂഷിച്ചതായ സ്നേഹത്താൽ ശുശ്രൂഷിച്ച എല്ലാ വിശുദ്ധന്മാർക്കും ദൈവമക്കൾക്കും ഞാൻ എൻ്റെ ഏകീകരിച്ചു നല്ല അന്ത്യം പ്രാപിക്കുവാൻ പ്രിയപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരും പ്രാർത്ഥിക്കണമേ അപേക്ഷിച്ചുകൊണ്ട് ഇത് സാധ്യത. നിത്യതയോളവും എന്നെ നടത്തുവാൻ ശക്തനാം നാഥാ, എല്ലാദിനന്തവും അറിയുന്നവൻ നീ, തിരുഹിതം തന്നെ എന്നാശയും മേലിൽ എന്നിഷ്ടം ഒന്നും വേണ്ട. തിരുഹിതം തന്നെ എന്നാശയും മേലിൽ എന്നിഷ്ടം ഒന്നും വേണ്ട. പാലിക്കണേ നിൻ കൃപയിൽ, കാത്തിടണേ കുറ്റം കൂടാതെ. പാലിക്കണേ നിൻ കൃപയിൽ, കാത്തിടണേ കുറ്റം കൂടാതെ. ഞാൻ സുവിശേഷ വേലയ്ക്ക് എൻ്റെ അളിയിലിറങ്ങുമ്പോൾ പാടിയ പാട്ട് തന്നെയാണ് ഇപ്പോൾ ഈ മരണസമയത്തും പാടുന്നത്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയുണ്ടായി. കാരണം ഞാൻ ഫെയ്ത്തോമിൽ വളർന്നതുകൊണ്ട് അത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും പലപ്പോഴും ഞാൻ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി വഴക്ക് പറയുകയുണ്ടായി, ഉപദേശിക്കുകയുണ്ടായി. അവസാനം അദ്ദേഹം ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, വേലയ്ക്കിറങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് പ്രശ്നം ഉണ്ടായാലും തിരിച്ചു വരരുത്. അതിൽ കിടന്ന് മരിക്കുകയാണെങ്കിലും അന്ത്യത്തോളം അതിൽ കിടക്കണം. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെ തന്നെ സംഭവിക്കുകയുണ്ടായി. ഞാൻ ദൈവത്തെ സ്മരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായി വളരെയധികം കഷ്ടങ്ങൾ പ്രയാസങ്ങളിൽ കടന്നു പോകുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസം നിർത്തിയതിന് ശേഷം എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ചു. എൻ്റെ കടഭാരങ്ങളെല്ലാം ഏകദേശമൊക്കെ ഒതുക്കി തീർത്തതിന് ശേഷമാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. പിന്നീട് പലപ്പോഴും ഞങ്ങൾ അവിടെ ഇവിടങ്ങളായി കാണും. എങ്കിലും മൂത്തകളിൽ നിന്നുള്ളൊരു പരിഗണന നൽകാറുണ്ടെങ്കിലും അവർ വലിയ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം കൈ പഴുത്ത് സെപ്റ്റിക്കായി. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം. അന്ന് പെങ്ങളുള്ള സമയമാണ്. ഞാൻ വൈകുന്നേരം വരുന്നതിന് മുന്നേ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ആൾ ഫെയ്ത്ത് ഹോമിൽ പോയിരിക്കുകയാണ്. അപ്പം എന്നോട് പെങ്ങൾ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു, നിങ്ങളവനെ കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട് ഫെയ്ത്ത് ഹോമിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിലും ആളുടെ വിശ്വാസം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പല പല കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വന്നപ്പോഴേക്കും ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിലനിൽക്കുന്നതിന് പ്രിയപയതിന് സാധിച്ചു. ഞങ്ങൾക്കൊന്നും അതിന് സാധിക്കുന്നില്ല. അത് ഞങ്ങളുടെ കുറവാണ്, നിങ്ങൾ സമ്മതിക്കുകയാണ്. ആയതുപോലെ പലപ്പോഴും വഴിയിൽ വെച്ചൊക്കെ കാണുമ്പോഴൊക്കെയും ഞാൻ വെറുതെ ഇങ്ങനെ പറയും, എനിക്കൊന്നും മൂത്തളിയനല്ലേ, എനിക്കൊന്നും തരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ സഭയിൽ മൂപ്പനില്ലേ, അവരിൽ നിന്ന് വാങ്ങിച്ചോ, എൻ്റെ ഒന്നും തരില്ല എന്നാണ് പറയുക. അങ്ങനെ ഒരു പ്രതിഷ്ഠാ ജീവിതത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കർത്താവ് ചെയ്തെല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തൃശ്ശൂർ കൊച്ചപ്പച്ചൻ മരിച്ചപ്പോൾ ഇവിടുത്തെ അപ്പച്ചൻ്റെ കൂടെ കടന്നു വരികയുണ്ടായി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കണ്ടു, സംസാരിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ പറഞ്ഞു, 25 വർഷമാകുകയാണ്, ഒരു പക്ഷെങ്കിൽ വിശുദ്ധന്മാർ അനുവദിക്കുകയാണെങ്കിൽ പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് സജീവിച്ചാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വിലക്കിറങ്ങിയത്. അതിനാൽ പറഞ്ഞുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്നതിന് സാധിച്ചു. ദൈവം ജയിച്ച എല്ലാ നന്മകൾക്കായും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു ജഡീയമായ ബന്ധമൊന്നും കാണിച്ചിരുന്നില്ല. കാണുമ്പോൾ മനസ്സിൽ സ്നേഹമുണ്ട്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു നിർത്തിയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ മകനെ വഴക്ക് പറയണം, ചീത്ത പറയണം എന്നൊക്കെ പറയും. അപ്പോൾ എന്നോട് പറയും, അത് സാരമില്ല, അവൻ നന്നായിക്കോളും, ദൈവം അവനെ അനുഗ്രഹിക്കും. സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്വാതന്ത്ര്യം എപ്പോഴും നൽകിയിരുന്നു. ആയതുപോലെ തന്നെ എൻ്റെ മകളുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ചുമരം നിന്ന് പിരിയാണ്. അപ്പോൾ മോള് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ചാച്ച എനിക്ക് ചുമരമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ, കാരണം എടുത്തുകൊണ്ട് കിടന്ന കൊച്ചാണ്, സൺഡേ സ്കൂളിന് തോളത്ത് കൊണ്ടുപോയ കൊച്ചാണ്. അപ്പോൾ പറഞ്ഞു, മറ്റുള്ളവർ കാണുമ്പോൾ നീ എൻ്റെ പെങ്ങളുടെ മോളാണെന്ന് അറിയില്ല. അത് എനിക്ക് വളരെ വിഷമം അന്നേരം തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു പ്രതിഷ്ഠാ ജീവിതം നയിക്കുന്നതിന് എൻ്റെ മകന് സാധിച്ചു. ഞാനിവിടെ വന്നതിന് ശേഷം അനേകം വിശ്വാസികൾ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. തന്നെ മോനെ കൊണ്ട് ജയിച്ച എല്ലാ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. തൻ്റെ മരണം ഞങ്ങൾക്ക് യാതൊരു രീതിയിലും സങ്കടത്തിനിട വരുന്നില്ല, എനിക്കൊട്ടും വരുന്നില്ല. കാരണം അദ്ദേഹം പിടിച്ച വിശ്വാസം അന്ത്യത്തോളം നിലനിർത്തുന്നതിന് സാധിച്ചു. ആയതുപോലെ തിരിച്ചു വരുന്നതിന് സാധിച്ചില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഈ പ്രതിസന്ധികളിലൊക്കെയും പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെയധികമായി ബുദ്ധിമുട്ടാണ്. നടത്തിപ്പുകാർക്ക് ഒരു ആശ്വാസം മാത്രമായിരുന്നു. ഇവിടുത്തെ അച്ചായനെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യമാണ്, അച്ചായൻ്റെ ഒരു വലം കൈയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ഏറ്റതായ വിശുദ്ധന്മാരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതിനും ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എവരെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ദിവസങ്ങളിൽ ചെയ്തുകൊള്ളുന്നു. ഞാൻ ചാച്ചൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ മകളാണ്. എൻ്റെ കുഞ്ഞു പ്രായം മുതൽ സുശേഷകല അറിഞ്ഞവരെ ചാച്ചൻ ഞങ്ങളുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ എന്നെ ചൂരിന് കൊണ്ട് അടിച്ചത് ചാച്ചനാണ്. എൻ്റെ പപ്പയെക്കാളും ചേട്ടനെ, എൻ്റെ സഹോദരനെ ഒരു നുള്ളു പോലും ചെയ്യില്ല. അപ്പം ഞാൻ ചോദിക്കും,
ചേട്ടനൊന്നും ചെയ്യുന്നില്ല, ചാച്ച എന്നെ മാത്രം എപ്പോഴും അടിക്കണമെന്നില്ല. അപ്പോൾ നീ ഹൗവയുടെ കടത്തിൽ പെട്ടതാണ്, നീയാണ് പാപം ചെയ്യുന്നത് പറയും. എന്നാലും എന്നെക്കാളും ഭയങ്കര വാത്സല്യം എന്നോടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കത്തില്ല. കുഞ്ഞു പ്രായത്തിലെല്ലാം ഞങ്ങൾ സെൻട്രൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന ചാച്ചനാണ്. എന്നെ തോളത്ത് വെക്കിയിട്ടും ചേട്ടൻ നടത്തിയാണ് കൊണ്ടുപോകുക. മൽപ്പാറ വീട്ടിൽ പായ വയ്ക്കാനും എല്ലാത്തിനും ചാച്ചൻ്റെ ഒപ്പം ഞങ്ങൾ ഇരുന്നു. അതിനുശേഷം സൂക്ഷിച്ചു കളിക്കും. തരങ്ങളെ മുന്നേ തന്നെ പലപ്പോഴും ചാച്ചൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ചാച്ചൻ എപ്പോഴും പ്രാർത്ഥനയോടെ ബൈബിൾ വായിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുകയും എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുന്ന എന്താ ഞാൻ ചാച്ച. അപ്പോൾ ചാച്ചൻ പറയും എനിക്കത് എൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി. 2 ആഴ്ച മുന്നേ യാദൃശികമായിട്ട് ചാച്ചനെ ആൾക്കാരെ വെച്ച് കാണുവാനിടയായി, കിടങ്ങനെ വെച്ച് കാണുവാനിടയായി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ പറഞ്ഞ് ചാച്ചൻ വന്നിട്ടുണ്ട് തരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അപ്പം ഞാൻ ചാച്ചനോട് എല്ലാവരും ആൽപ്പാറ അങ്കിൾമാരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഞാൻ മാത്രമായിരുന്നു സഹോദരിയായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു എൻ്റെ ചാച്ചനൊരു ഫോട്ടോ എടുത്ത് തരും. സാധാരണ അങ്ങനെ പറയുമ്പോൾ പറ്റത്തില്ല, ഇങ്ങനെ എടുക്കാൻ പാടില്ല. പക്ഷെ ചാച്ചന് എതിർത്തില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞാനും പറഞ്ഞു എല്ലാവരും നോക്കുമ്പോൾ സഹോദരങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ആരെങ്കിലും ചുമനം ചെയ്തു. അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ചുമനം ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ദേഹത്ത് പോലത്തോട് വാദിച്ചു. ചാച്ചൻ കണ്ട് പ്രത്യാശയുടെ ജീവിതം നയിച്ചവൻ്റെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കാണപ്പെടാൻ സമയത്തിന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിച്ചു. സഭാവിശ്വാസികൾ, ആദ്യമായി ബത്തേരി സഭാവിശ്വാസികൾ ദൈവത്തിൻ്റെ അധിവേശം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലം ഇങ്ങനെ നിൽക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. എങ്കിലും എല്ലാം ദൈവത്തിൻ്റെ ഗീതം പോലെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ ക്ഷമിക്കാതെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ 1 മാസമോ പറഞ്ഞ തിരികെ അത്രമാത്രം പറയുവാനുണ്ടെന്നാൽ ഈ അവസരത്തിൽ ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല. ക്ഷമിച്ചാൽ ആദ്യമായിട്ട് പേര് വരുമ്പോൾ കോഴിക്കോടേക്ക് മാറ്റം പറയുമ്പോൾ തന്നെ അന്ന് മദ്രാസിൽ ജനറൽ ബോഡിക്കാണ് മാറ്റം പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെന്നൈയിൽ ഒരു ജനറൽ ബോഡിക്ക് പങ്കെടുത്ത ആ മീറ്റിങ്ങിലാണ് ബ്രദർ ഷിബു തോമസ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഇവിടെ ജോണിക്കുട്ടി പാസ്റ്റർ തൃശ്ശൂർക്ക് മാറ്റം പറഞ്ഞു. അന്ന് എനിക്ക് പേര് മാത്രമേ അറിയുള്ളൂ, ഒരാളെ അറിയില്ലായിരുന്നു. എങ്കിൽ ഇവിടെ വന്ന് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബത്തേരിക്ക് മാറ്റമായി വന്നു. അതിന് മുമ്പ് തന്നെ പരിചയപ്പെട്ടുവെങ്കിലും അന്ന് മുതൽ എൻ്റെ ഒരു പിതാവിനെ പോലെ, എൻ്റെ ഒരു സഹോദരനെ പോലെ, എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ ഇടപെടുമെല്ലാം ദൈവം സഹായിച്ചു. രണ്ടാമതിപ്പോൾ ബത്തേരിക്ക് മാറ്റമായി വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ കർത്താവിൽ ചേർക്കപ്പെട്ട ആദിവാസി മാസ്റ്റർ ചേർക്കപ്പെട്ടതിന് ശേഷം തൽക്കാലത്തേക്കെന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ ബത്തേരിക്ക് വിട്ടു. എന്നാൽ ഇതിപ്പോൾ 6 മാസം 6 വർഷം തികഞ്ഞു പോവുകയാണ്. ഈ 6 വർഷക്കാലം അടുത്ത മാർച്ച് 10-ാം തീയതി വരുമ്പോൾ 6 വർഷം തികയും. ഈ 6 വർഷം 6 ദിവസം പോലെ നിങ്ങൾക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മാത്രമല്ല, എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേശനിവാസികൾക്കും ബത്തേരി അമ്പലവേൽ മീനങ്ങാടി ആ പ്രദേശത്തുള്ള എല്ലാ കടക്കാർക്കും എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ക്ഷമിക്കാതെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഈ 25 വർഷത്തെ വേല ഒരു 100 വർഷത്തെ വേല 25 വർഷം കൊണ്ട് ചെയ്തു. സാധാരണ ഒരു ഭംഗിവാക്ക് പറയാറുള്ളത് പോലെ അല്ല, രാപകൽ കർത്താവിന്റെ പേരിൽ അധ്വാനിച്ചു നോക്കാൻ സാധിക്കും. എത്രയോ സന്ദർഭങ്ങളിൽ ഏതെല്ലാം സമയങ്ങളിൽ രാപകൽ ഇപ്പൊ ഈ പ്രാവശ്യം തന്നെ ബത്തേരി വന്നപ്പോൾ ഒരു ചെറിയ വർക്കിന് വേണ്ടി 2 രാത്രി 2 പകൽ ഞങ്ങൾ കണ്ടിന്യൂ വർക്ക് ചെയ്തു. ഒരു ക്ഷീണമുണ്ടായിരുന്നില്ല. സഹോദരങ്ങൾ എന്താ ചെയ്യുന്നത് അതിനൊപ്പം അതിനേക്കാൾ കൂടുതലാണ് ക്ഷമിച്ചാൽ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനം എല്ലാവർക്കും കോവിഡ് വന്നപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ട് അടച്ചിരുന്നപ്പോൾ ക്ഷമിച്ചാൻ്റെ തിരുസഭയിൽ ചുറ്റുമുള്ളിൽ പണിതു. ആരും കൂടി വരാൻ പാടില്ല, പഠിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. ദൈവത്തിന്റെ കൃപയാൽ അവിടെയൊക്കെ ചെയ്ത വാക്ക് ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ അമ്പലവിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ വർക്കുകൾ മാത്രമല്ല 3 സഭ വിളിച്ച് നടത്തുന്നുവെങ്കിലും ബത്തേരിക്ക് ഒരു സാധനം വാങ്ങിയാൽ അതുപോലെ തന്നെ അമ്പലവിലേക്ക് വാങ്ങും. അതുപോലെ തന്നെ മീനങ്ങാടിക്ക് വാങ്ങും. അവിടെ നടത്തിപ്പില്ലെങ്കിലും ആ സാധനം വാങ്ങി അവിടെ സൂക്ഷിക്കും. അങ്ങനെ പതിവ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും സൽക്കരിക്കുന്നതിനും ലക്ഷക്കണക്കിനോട് ക്ഷമിച്ചാന്റെ കയ്യിലൂടെ പോയിട്ടുണ്ടെങ്കിലും 1 രൂപ പോലും തന്റെ സ്വന്തം ആവശ്യത്തിന് താൻ ഉപയോഗിച്ചിട്ടില്ല. തന്റെ ബെഡ്റൂമിന് വേണ്ടി ഒരു റുപ്യപ്പോൾ ചെലവാക്കിയിട്ടില്ല. ധൈര്യസമിതി എനിക്ക് പറയുവാൻ കഴിയും. ഒരു ഡ്രസ്സിനാവട്ടെ എന്തിനോ ഒരു കാര്യത്തിൽ പോലും ചെലവാക്കാറില്ല. ആ പൈസ കൂടെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ
യാതൊരു വ്യത്യാസമില്ലാതെ സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം കാര്യത്തിന് ചെലവഴിക്കുന്നില്ലെങ്കിൽ എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് നല്ലത് കൊടുക്കണം, നല്ലത് ചെയ്യണം, കൈ നിറച്ച് കൊടുക്കണം എന്നാണ് അവരുടെ വിശ്വാസപരത്തിൽ. ആര് വന്നാലും അവർക്ക് ഭക്ഷണമെങ്കിൽ ഭക്ഷണം, സാമ്പത്തികമായി സഹായിക്കേണ്ടവർ അങ്ങനെ, ശാരീരികമായി സഹായിക്കേണ്ടത് അങ്ങനെ, എല്ലാത്തിനും. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരു മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടമോ പ്രയാസങ്ങൾ ഉണ്ടായാൽ അവിടെ രാപകൽ അധ്വാനിക്കും. ഒരു കാര്യം ഞാൻ ഇവിടെ ചിന്തിച്ചോട്ടെ, ആദ്യമായിട്ട് ഈ നവംബർ ആദ്യത്തെ പ്രാവശ്യം അവിടെ ശുശ്രൂഷിക്കുമ്പോൾ മാസികം നടത്തി. കുഴൽക്കിണറായിരുന്നു, അവിടെ ചെറിയൊരു ജനറേറ്റർ ഉണ്ടായിരുന്നത്, വെള്ളമില്ലാതെ ആകെ പ്രയാസപ്പെട്ടു. അങ്ങനെ ഉച്ചത്തെ ശുശ്രൂഷകളൊക്കെ കിട്ടി കഴിഞ്ഞു, വെള്ളമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വാടകയ്ക്ക് ഒരു ജനറേറ്റർ വരാമെന്ന് പറഞ്ഞ് വേഗം പോയി കടയിൽ പോയി വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് പോയി പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവർക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. വേഗം പോയി അവരെയൊക്കെ പരിചയപ്പെട്ടു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭക്ഷണ മേശയിൽ അവർക്ക് കൊണ്ടുവച്ച ഭക്ഷണങ്ങളൊക്കെ അവർക്ക് അവിടെ ഇരുന്ന് വിരുന്നുകാർക്ക് എല്ലാം വിളപ്പിക്കൊടുത്ത് അവരെല്ലാം പരിചയപ്പെട്ടു. ഒരു പരിചയമില്ല. എനിക്ക് അവരെ അറിയാമെങ്കിലും ക്ഷമിച്ചാലും ഒരു പരിചയമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛനെ പരിചയപ്പെട്ട അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്തു, പഴയത് കൊണ്ടുവന്നത് അവിടെ ഇരിക്കുന്ന ഒരു പുതിയ ജനറേറ്റർ ഉണ്ട്, അതെടുത്തിട്ട് പോയിക്കോ, 2500 രൂപയാണ്, പൈസ ഉള്ളപ്പോൾ തന്നാൽ മതി, പഴയത് കൊണ്ട് ഇനി ഉപയോഗിക്കാൻ നിൽക്കേണ്ട, അവിടെ സ്ഥിരം എന്തായാലും ആവശ്യമല്ല നിങ്ങൾക്ക്. അതുപോലെ ഒരു പ്രാവശ്യം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതകാലം ക്ഷമിച്ചാലും എല്ലാവരും മറക്കുകയില്ല. അത്രമാത്രമാണ് മറ്റുള്ളവർ സ്നേഹിക്കുന്ന കാര്യത്തിൽ. വിശ്വാസികളാണെങ്കിലും അത് എല്ലാ കാര്യത്തിലും. മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവരും പോകുമെന്ന് പറഞ്ഞ് പോയിട്ടോ എന്ന് ചോദിക്കും. ചില സന്ദർഭങ്ങളിൽ 8:30 മീറ്റിംഗ് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മണിയും 9 മണിയാകും വീട്ടിൽ പോകുമ്പോൾ അച്ഛാ പോട്ടെ ചോദിച്ചാൽ പോയിട്ടോ. പിന്നെ പറയും ഞങ്ങൾക്ക് തീരാവില്ല നഷ്ടമോ, എനിക്ക് മാത്രം നമുക്ക് 1%. എന്നാൽ സ്വർഗത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ദൈവത്തിനത്തോളം സഹായിച്ചിട്ട് അത്തരം കൂടി ചെയ്ത എല്ലാ പ്രവൃത്തികൾക്ക് ആശ്രയിക്കുന്നു. സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഈ മാതൃക ചെയ്തു അച്ഛൻ ചെയ്ത മാതൃക ചെയ്ത് പിൻപറ്റി ചെയ്യുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ കൃപ തരണം. കർത്താവ് ആഗ്രഹിക്കുന്നപ്പോൾ എനിക്ക് പ്രാപിച്ച് എനിക്ക് ഉച്ചരിക്കുന്ന അവകാശം പ്രാപിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു സാക്ഷിക്കുന്നു. പ്രത്യേക സമയത്തില് ഇങ്ങനെ ശ്രമിച്ചാനെ കുറിച്ച് സാക്ഷി പറയേണ്ടി വരുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരവസ്ഥയാണ്. ശ്രമിച്ചാനെ കുറിച്ച് പറയാനാണെങ്കിൽ ജോൺചാൻ പറഞ്ഞതുപോലെ തന്നെ എത്ര ദിവസങ്ങൾ പറഞ്ഞാലും തീരുകയില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം തൻ്റെ വിശേഷ സ്വഭാവങ്ങൾ. ഞങ്ങൾക്കും ഭാഗ്യവശാൽ ഏകദേശം 7 വർഷത്തോളം അനുഭവിക്കാൻ ഭാഗ്യം തന്നു. 14 വർഷം മുമ്പ് 1 വർഷത്തോളം ബത്തേരിയിലിരുന്നു. അതിനുശേഷം പോയിട്ട് വീണ്ടും 2ാമത്തെ പ്രാവശ്യം ഇപ്പോൾ വന്ന് 6 വർഷം കഴിഞ്ഞു. 6 വർഷത്തിൽ ജോൺചാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ദിവസങ്ങൾ പോലെ തോന്നുകയുള്ളൂ. ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങൾക്ക് ബത്തേരിയിൽ. എല്ലാ മേഖലയിലും പുള്ളി ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും യൗവനക്കാർക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നത്തെ കാലത്തെ യൗവനക്കാരാണ് ഏറ്റവും കൂടുതൽ സഭയിൽ വരാൻ മടിക്കുന്നതെന്നാൽ അച്ചായന് ഒരു കാന്തവലയം പോലെയാണ്. ഞങ്ങൾക്ക് 30ഓളം യൗവനക്കാരും 54 കുട്ടികൾ സൺഡേ സ്കൂളിലുണ്ട്. 30 യൗവനക്കാരെ കുഞ്ഞുങ്ങൾ എപ്പോഴും അച്ചായന്റെ ചുറ്റും ഒരു കാന്തവലയം പോലെയാണ്. അവർ എവിടെ പോയാലും സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോലും അച്ഛൻ ഇരിക്കുമായിരുന്നു. പിന്നെ തിരക്കുകൊണ്ടാണ് അത് ഒഴിവായത്. എന്നിട്ട് കുട്ടികൾ പാഞ്ഞു വരും. അച്ഛനാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ യൗവനക്കാരും വരും. ആരും വഴക്ക് പറയില്ല. എന്തെല്ലാം കുരുത്തക്കേട് യൗവനക്കാരും കാണിച്ചാലും വഴക്കല്ല പറയാം. അവർ സ്നേഹത്തിൽ വിളിച്ച് അടുത്ത് കൊണ്ടുവന്ന് എല്ലാം പറഞ്ഞ് അങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു വിശേഷിക്കപ്പെട്ട സ്വഭാവമായിരുന്നു. അത് വളരെ ഒരു നഷ്ടം തന്നെയാണെങ്കിലും ദൈവം എല്ലാം അറിയുന്ന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എനിക്ക് ഒരുപാട് നന്മകൾ തന്റെ കാലത്തുണ്ടായി. ആത്മീയമായും ഭൗമികമായ അനേക നന്മകളുണ്ടായിരുന്നു. പല കാര്യങ്ങൾക്കും ഞാൻ ആലോചന ചോദിച്ച് അച്ഛനടുത്ത് ചെല്ലുമ്പോൾ അതിന് ഏറ്റതായ ഒരു സൊല്യൂഷൻ താൻ പറഞ്ഞു തരും. വചനത്തിൽ നിന്ന് വാക്കിയെടുത്ത് പ്രാർത്ഥിച്ചു തരും. അതുപോലെ വ്യക്തിപരമായ എന്ത് കാര്യം നമുക്ക് ധൈര്യമായിട്ട് ചെന്ന് പറയാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞാൽ ഒരാളോട് പറയാൻ തന്നെ വ്യക്തിപരമായി പ്രാർത്ഥിച്ച് നിറവേറ്റി തരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ ജോലി സംബന്ധമായ കാര്യത്തിൽ എനിക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് ചോദിച്ചു, എത്ര എങ്ങനെയാണ് ആഗ്രഹിക്കുന്ന ഈ വിഷയം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ വിഷയം അതേപോലെ പ്രാർത്ഥിച്ചു. അതേപോലെ എന്റെ ആ ജോലി കാര്യത്തിൽ എനിക്ക് ഉണ്ടാകാൻ തരണം ഇടയായി തീർന്നു. ഈ വീടിന്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് ഒരു നല്ലൊരു ആലോചനക്കാരനായിരുന്നു. ക്രിസ്തുവിന്റെ ഒരു സ്ഥാനപതി തന്നെ ആയിരുന്നു. ഇത്രമാത്രം തന്റെ സ്നേഹം അനുഭവിച്ച് കൊതി തീരുവാൻ കഴിഞ്ഞില്ല. ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും എല്ലാം കർത്താവ് അതിന്റെ സമയത്ത് ചെയ്യുന്നു.
മാത്രമല്ല എൻ്റെ കുടുംബക്കാര് ഞങ്ങൾ മാത്രമാണ് ഈ കൂട്ടായ്മയിലുള്ളത്. ബാക്കി എല്ലാവരും സമുദായത്തിലൊക്കെ ആണെങ്കിലും അവരെ എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുകാരെ, അമ്മേൻ്റെ വീട്ടുകാരെ എല്ലാം അച്ഛനെ അറിയാം. അവരെല്ലാം കല്യാണങ്ങൾക്ക് എന്തിന് മാമോദീസയ്ക്ക് പോലും അച്ഛനെ വിളിക്കും. വല്ലാത്ത ഒരു ബന്ധമാണ്. അവിടെയും പോയി എല്ലാവരോടും ആ ബന്ധം സ്ഥാപിക്കാനൊക്കെ ഇടയായി തീർന്നു. ഇന്ന് തന്നെ എനിക്ക് ഒരുപാട് എൻ്റെ കസിൻസ് എല്ലാം മെസ്സേജ് അയച്ചു. അവരെല്ലാം സമുദായത്തിലാണെങ്കിലും അവരെല്ലാം വളരെ സങ്കടത്തോടെ മെസ്സേജ് ഇട്ടേക്കാണ്, സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്. ഈ അച്ഛൻ കാണിച്ച ഈ നല്ല മാതൃക അവസാനത്തോളം പിൻപറ്റുവാൻ എനിക്ക് സഹായിക്കണം. മാത്രമല്ല സഭയിൽ യൗവനക്കാരും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒക്കെ തകർന്നൊരവസ്ഥയാണ് മാനസികമായിട്ട്. ഞങ്ങള് നിരാശപ്പെടുത്തണം. ഞങ്ങൾക്ക് തരണം. ക്രിസ്തുവിന്റെ സ്ഥാനാർത്ഥികളായ ഞങ്ങൾക്ക് ഇതേപോലുള്ള ഇനി തരണം. ഞാൻ എപ്പോഴും അച്ഛനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ്. ഞാനത് വീട്ടിൽ ഇങ്ങനെ പറയും. ഈ അച്ഛൻ പൗലോസ് തന്നെ കുറിച്ച് പറഞ്ഞ പോലത്തെ അതേ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 കൊരിന്ത്യർ 12:16 വാക്യം, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായിയാകിയ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും. അതുപോലെ ഈ അച്ഛൻ ഭയങ്കര ഒരു മാസ്മരികതയിലൂടെ ഞങ്ങളെല്ലാം തന്റെ കൈവശമാക്കി വിട്ടുകളയാൻ പറ്റാത്തൊരു ബന്ധം സ്ഥാപിച്ച് കടന്നുപോയി. അവസാനത്തോളം ഞങ്ങൾക്ക് നടത്തിപ്പാട് തരേണ്ടതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദിവസം താഴ്വരയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ഷിജു മൂപ്പൻ തൃശ്ശൂർ സെൻറ്ററിലെ ആൽപ്പാറ സഭാ വിശ്വാസി ആകുന്നല്ലോ. ഇപ്പോൾ അവിടുത്തെ സഭാ ശുശ്രൂഷകനായ യോമേഷ് താന് പരിഭാഷപ്പെടുത്തുവാനായിട്ട് റാന്നി സെൻറ്ററിൽ പോയിരിക്കുന്നതുകൊണ്ട് തനിക്കിവിടെ വന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൃശ്ശൂർ സെൻറ്ററിലെ ഇവിടെ വന്ന് അടുത്ത ശുശ്രൂഷകൾ സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ 1989 പരിശുദ്ധ വിഷയം പ്രാപിച്ചു. സംഭവമാണ് ആ വിഷയം പ്രാപിച്ചതല്ല. വിവേകമായ ജീവിതത്തിൽ ദർശനവും സൗഖ്യവും ലഭിച്ചു. അപ്പോൾ ഞാൻ ഒരു ദർശനം 43 വർഷം കൊണ്ട് കാര്യം. അത് വേദപുസ്തകം വായിച്ചിട്ടില്ല, സഭയോടുള്ള ബന്ധത്തിൽ പോയിട്ടില്ല, അങ്ങനെ ഒന്നും വേദത്തെ കുറിച്ചോ ദൈവത്തെ കുറിച്ചോ ഒന്നും അറിയാത്തൊരു കാലത്താണ് യേശു ദൈവശബ്ദം കേട്ട് അഭിഷേകം പ്രാപിച്ചതും ദൈവഭാഗത്തേക്കും. ഞാൻ ദർശനം കാണുകയാണ്. അന്നതിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായില്ല. ഒരു മഹാപുരോഹിതൻ ഇവിടെ ശുശ്രൂഷ ചെയ്ത് നിദ്ര പ്രാപിച്ചു താൻ അക്കര നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യ വിശ്രാമത്തിന് ഉയർന്ന സ്ഥലത്തേക്ക് പോയിരിക്കും. താൻ ജീവിച്ചിരിക്കുക മൂലക്കല്ലായി തീർന്നു. ഒരു അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം ആ വചനങ്ങളൊന്നും എനിക്കത് അറിയില്ല. അപ്പോൾ എന്റെ ഈ ഭൂമിയിൽ സ്ഥാനാവധിയാക്കി മാറ്റിയിരിക്കുന്നു. എനിക്ക് എന്റെ കയ്യിൽ ഒരു മനോഹരമായ ഒരു വട്ടിയുണ്ട്. ഞാൻ കഴിക്കുന്നതിൽ പാദം വരെയുള്ളതായ ചടങ്ങും നിലയിൽ ധരിച്ചൊക്കെയാണ് തട്ടിക്കെട്ടുള്ളത്. എന്റെ കയ്യിൽ ഒരു അധികാര പത്രം തന്നിരിക്കും. ഇങ്ങനെ ചുരുട്ടി പത്രം വല്ലാത്തപ്പോൾ ചുരുട്ടി അതിങ്ങനെ ചുരുട്ടി അത് ചുരുട്ടിയിരിക്കുന്നു. അതെന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ വടിയും എന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദർശനം കണ്ട അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലായിരുന്നു. അതെ, ഈ പ്രിയ ഷിജു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി ക്രിസ്തുവിനെ ഈ വിശേഷിക്കപ്പെട്ട പ്രതിഷ്ഠിത ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ തിരഞ്ഞെടുത്തു. നാം സാക്ഷ്യം കേട്ടു, വിശ്വസ്തനായിരുന്നു, പ്രതിഷ്ഠയെ കാത്തു. എത്ര മഹനീയമായ ഒരു അനുഭവമാണ്. എന്നാൽ ദൈവത്തിന്റെ പക്കലാണ് കണ്ടത്തിലുള്ള നീക്കുപോക്ക്. അത് ദൈവത്തിന്റെ പക്കലാണ്. ഉണർന്നു കാലം മുതലൊക്കെ ശ്രേഷ്ഠമായ ദൈവഭക്തന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. വളരെ വിശേഷിക്കപ്പെട്ട ദൈവഭക്തന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. 1925 വാക്കുകളിലാണ് ഫാസ്റ്റർ കോളിൻ അവർക്ക് ഈ പ്രതിഷ്ഠിതമായ അപ്പോസ്തലികമായ സഭ ശുശ്രൂഷയെക്കുറിച്ച് അതിന്റെ പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെയുള്ള വെളിപ്പെടുത്തലുണ്ടായി. അതിനു മുമ്പ് ഉണർവ് പ്രൊട്ടസ്റ്റന്റ് കാലം മുതൽ 1500 കാലം മുതൽ തന്നെ വിവിധ നിലയിലെ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുകയും അതനുസരിച്ച് ജീവിച്ച ഉത്തമരായ ദൈവദാസന്മാരുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം 1492 1912 ടൈറ്റാനിക് എന്നുള്ള അന്ന് വരെയുടെ ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയതായ ഒരു കപ്പൽ ദുരന്തമുണ്ടായിരുന്നു. ഏകദേശം 1500 പരം പേര് ആ ദുരന്തത്തിൽ മരിച്ചുപോയി. സൗത്താംപ്ടൺ മുതൽ ഒരു പുതിയ കപ്പൽ, അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കപ്പൽ, ഒരിക്കലും മുങ്ങില്ലെന്ന് വിചാരിച്ച കപ്പൽ സൗത്താംപ്ടൺ ന്യൂയോർക്കിലേക്ക് കന്യാത്ര ചെയ്യുന്നു. വിശേഷിക്കപ്പെട്ട മനുഷ്യർക്കെതിരെ യാത്ര ചെയ്യുന്നു. കപ്പൽ ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ
അക്കാലത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ 5 മലകൾ മുഴുകി വലിയ 5 മലകൾ വെള്ളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. ഈ കപ്പലിലേക്ക് ഒരു 10-15 ഇറക്കിയൊക്കെ വരികയാണ്. ഇത് വെള്ളത്തിനടിയിലേക്ക് ഇറക്കി. അത് ഈ കപ്പൽ അതിൽ കപ്പൽ 2000 ഇപ്പോഴും 2000 അടി അകലത്തിൽ 2 മൈൽ 12 കിലോമീറ്റർ ഭൂമിക്കടിയിൽ കടക്കിയാണ്. ഞാൻ പറഞ്ഞു വന്ന അതിലെ ഒരു ജോൺ ഹാർപ്പർ എന്നുവരെ ഒരു സുവിശേഷകനുണ്ടായി. 39 വയസ്സുള്ള ഒരു സുവിശേഷകൻ. അദ്ദേഹത്തിന് ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടി. കപ്പൽ 2 - 2 ഡിഗ്രി സെന്റിഗ്രേഡാണ് കടലിലെ വെള്ളത്തിൽ, നോർത്ത് അറ്റ്ലാന്റിക്കിലെ വെള്ളത്തിന്റെ താപനില -2. കടലിൽ വീണ ചില മിനിറ്റുകൾ കൊണ്ട് തന്നെ ആളുകൾ തണുത്ത് ഉറച്ച് മരിച്ചു പോകുകയാണ്. ഈ ജോൺ ഹാർപ്പർ വെള്ളത്തിൽ ഒരു തനിക്കൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. അത് വേറൊരാൾക്ക് തോന്നി. എന്നിട്ട് പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? അടുത്തുള്ള ആളോട് ചോദിച്ചു. ഇല്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, പാപങ്ങൾ ക്ഷമ പ്രാപിക്കുക, അവസാനത്തെ വാക്കാണ്. അയാൾ കൈവിട്ട് മരിച്ചു. പിൽക്കാലത്ത് ആള് രക്ഷിക്കപ്പെട്ടു, ദൈവഭാഗത്തേക്ക് വന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം, ദൈവമക്കൾക്ക് ചിലപ്പോൾ ചില തരത്തിലുള്ളതായ, നമ്മൾ പ്രതീക്ഷിക്കാത്തതായ തരത്തിലുള്ളതായ അന്ത്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദൈവം അതൊക്കെ അനുവദിക്കുന്നു. അതിൻ്റെയൊക്കെ രഹസ്യം ദൈവത്തിനുള്ളതാണ്. നമുക്ക് ഞാൻ ഈ പ്രിയ ഷിവിൻ സഹോദരനായിട്ട് അത്രത്തോളം പരിചയമില്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വിശ്വസ്തരായ ശുശ്രൂഷകർ ഇപ്പോൾ കേട്ടല്ലോ സത്യങ്ങൾ. ഇങ്ങനെയുള്ളൊരു കാര്യം ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററുടെ മാനസിക അവസ്ഥകൾ ഞാൻ മനസ്സിലാക്കി. എനിക്കും അങ്ങനെ വരാമായി. ഞാൻ പറഞ്ഞു, ഇന്നലെ എല്ലാവരും ഈ ശനിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഈ വിഷയത്തിന് വേണ്ടി ആയിരിക്കണം. അവിടെ രാത്രി അറിഞ്ഞ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ തുടർന്ന് ഈ പാസ്റ്ററുടെ വിഷമങ്ങൾ എത്ര വലുതായിരിക്കും. തൻ്റെ സെൻട്രൽ പാസ്റ്റർ അവരുടെ മനോവിഷമം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടണം, വേലക്കാരെ തരയണം എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിയോഗിച്ചു. ഞാനിപ്പോൾ കടന്നു പോകേണ്ട ആവശ്യമിക്കൊണ്ട് ഇരിക്കുന്ന ഒരു അവസരം നൽകിയത് ബഹുമാനപ്പെട്ട സെൻട്രൽ പാസ്റ്ററുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ വരുന്നു. എൻ്റെ സഹായവും എൻ്റെ ഉപദേശങ്ങളെല്ലാം എനിക്ക് വളരെയധികം സഹായമായിരുന്നു. 1-2 കാര്യങ്ങൾ മാത്രം അധികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വലിയൊരു സർജറിക്കൂടെ കടന്നുപോയതാണ്. അതിനുശേഷമായി ഒരു വാഹനം വാങ്ങി. അതിനുശേഷം ഞാൻ ഒരു ദിവസം തൊടുപുഴയിലേക്ക് കടന്നുപോയി. വാഹനം കൊണ്ടാണ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ പ്രതീക്ഷിച്ചു എറണാകുളത്ത് കാക്കനാട് ഫെയ്ത്തോമിൽ കയറി അവിടെ വിശ്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു. എന്നാൽ സാഹചര്യം വെച്ചാൽ ഞങ്ങൾക്ക് അതിന് കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ അവിടെയുള്ള ദേവദാസനോട് സംസാരിച്ചപ്പോൾ ദേവദാസൻ ഞങ്ങളെ പോകാൻ അനുവദിച്ചില്ല. ഞങ്ങൾ നിർബന്ധം പിടിച്ചപ്പോൾ ദേവദാസൻ അച്ഛനെ വിളിച്ചു സംസാരിച്ചു. അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താ ധൈര്യമുണ്ടോ, പോരാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ പോന്നോളാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോന്നോളാൻ പറഞ്ഞു. എന്നാൽ ഞാൻ അവിടെ ഒരു 10:30 കാക്കനാടുന്ന് വണ്ടി എടുത്തു. ഞങ്ങൾ യാത്ര തിരിച്ചു. ഓരോ അരമണിക്കൂർ 3/4 മണിക്കൂർ സമയങ്ങളിലും ഈ ചേട്ടനെ ഒന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് ഫോണിൽ വിളിക്കും, എവിടെ എത്തി, എന്തായി. അതിനുശേഷമായി രാത്രി ഒരു 2 മണിക്ക് ശേഷമായിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനിയാണ് ഉറക്കം വരുന്ന സമയം, ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ടാകും, ഇനിയാണ് ഉറക്കം വരുന്ന സമയം എന്ന് പറഞ്ഞ് ഓരോ 20 മിനിറ്റിലും ഇദ്ദേഹം വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ചായ ഞാൻ ഉറങ്ങത്തില്ല, ചായ കിടന്ന് ഉറങ്ങിക്കോ. ചായ പറഞ്ഞു, ശരി ഓക്കെ എന്ന് പറഞ്ഞു വെക്കും. എന്നാൽ അടുത്ത 20 മിനിറ്റ് കഴിയും എന്നെ വിളിക്കും. ഓരോ 20 മിനിറ്റ് വിളിച്ച് വിവരങ്ങൾ അറിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കയറുന്നത് വരെയും ഈ 2 ദേവദാസന്മാരും ഞങ്ങളെ വിളിച്ച് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി വാഹനം ഒരു സ്ഥലത്ത് നിർത്തുവാനോ ഉറങ്ങുവാനോ ഒന്നും ഇടയായില്ല. സൗഖ്യത്തോടെ സമാധാനത്തോടെ ഭവനത്തിൽ വന്ന് ചെല്ലുവാൻ്റെ ഇടയാക്കി തീർത്തു. വിശുദ്ധന്റെ വലിയ കരുതന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേറൊരു കാര്യം പറയാനുള്ളത്, ചെറുമ്പത്തേരിയിൽ വന്നതിന് ശേഷമായി ധാരാളം പണികളെല്ലാം അവിടെ ചെയ്തു. ബത്തേരിയിലെ ഒരു വരുമാനം കൊണ്ടൊന്നും ബത്തേരിയിൽ ലഭിക്കുന്ന ആ സാമ്പത്തികമായ നന്മകൾ കൊണ്ടൊന്നും ചെയ്യാൻ. അതിനുശേഷമായി അദ്ദേഹത്തിന് പൈസ ഇങ്ങനെ പല ഇതിലും വരുന്ന സാഹചര്യമുണ്ട് പുറം രാജ്യങ്ങളിൽ നിന്നെല്ലാം. അങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കുറച്ച് പേര് പൈസ അയച്ചു തന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെയൊക്കെ ആയി ഞാൻ അവരിൽ ചിലരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പലരും പറഞ്ഞത്, ഞാൻ ഈ ദേവദാസനെ നേരിട്ട് കേട്ടിട്ടില്ല, ദേവദാസൻ ഒരു പ്രാവശ്യം പോലും കാണാത്ത ദൈവമക്കളാണ്. ദൈവത്തിന്റെ വേലയും ഈ അച്ചായന്റെ കാര്യത്തിലെ സ്നേഹത്തെ ഓർത്ത് ദൈവവേലയ്ക്ക് വേണ്ടി അതുപോലെ സഹായിച്ചു കൊണ്ടിരുന്നത്. കാണാത്ത വ്യക്തികളെ പോലും സ്നേഹിക്കുന്ന അച്ചായന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകമായ ഒരു കാര്യം, എറണാകുളത്ത് നിന്ന് വീട്ടൂര് ശേഷം സാംസന ചായ പ്രത്യേകമായ അനുശോചനവും
പ്രത്യാശയം അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം വേറൊരാൾക്ക് ശുശ്രൂഷയുമായി തിരുവനന്തപുരത്ത് കടന്നു പോയിരിക്കുന്നത് എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ദൈവം ഇതിനെവിടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. അച്ഛൻ കാണിച്ച നല്ല മാതൃക പ്രകാരം ജീവിച്ച കർത്താവിന്റെ വരവിൽ കുടുംബമാരെങ്കിലും കാണപ്പെടുവാൻ നിന്റെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദിവസം താഴ്മതി. തൃശ്ശൂർ സെൻട്രോമിച്ചിക്ക് 2 വാക്ക് പറയുവാനായിട്ട് അവസരം കൊടുക്കുകയാണ്. കർത്താവിന് സ്തോത്രം. 2006 ഞങ്ങൾ ഒരുമിച്ച് വടക്കാഞ്ചേരി വേലയിൽ നിന്ന് വളരെയധികം സന്തോഷവും സമാധാനവും സമൃദ്ധിയായി ഞങ്ങൾ ജീവിച്ചു. ഞങ്ങളുടെ എല്ലാറ്റിനും എല്ലാമായി അന്ന് ഉപദേശിച്ചായിരുന്നു സാബമ്മപ്പന്. ഞങ്ങളുടെ എല്ലാറ്റിനും എല്ലാമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇന്ന് സുഖമില്ലായിരുന്നു. അസുഖത്തിന് അന്ന് മരണത്തോളം പോകുമെന്ന് ഞങ്ങൾ കരുതി. എന്നാലും ദൈവം പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തു. ഒരു മാതാവിൻ്റെ ഹൃദയവും പിതാവിൻ്റെ ഹൃദയവും സഹോദരന്മാരുടെ ഹൃദയവും ഒരു പുരോഹിതൻ്റെ ഹൃദയവുമായിരുന്നു തൻ്റെ ഹൃദയം. ഇങ്ങനെ അവസ്ഥ ആയിരുന്നു. ഞങ്ങൾ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ കഷ്ടപ്പെടുത്തല്ലേ, ദൈവത്തിൻ്റെ ഇതപ്രകാരം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു നല്ല ഒരു അവകാശത്തെ കരസ്ഥമാക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അസിയോന് ചെന്ന് മുഖാമുഖം കാണാമല്ലോ എന്നുള്ള പ്രത്യാശയോടെ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തി. കർത്താവിനോട് സ്തോത്രം. പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഈ സമയത്ത് ഈ വൈകിയ വേളയിൽ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിനെ കുറിച്ച് 2 വാക്ക് പറയുവാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട സമയത്ത് ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. സ്തോത്രം. അതേ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വയലിൽ അധ്വാനിപ്പാനും പ്രവർത്തിപ്പാനും മാത്രമല്ല സ്വർഗീയ രാജാവിൻ്റെ ഒരു സേനാനായകനായി അതേ അംബാസഡറായി തന്നെ പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ, സേവനം ചെയ്യുവാൻ തൻ്റെ ജീവിതത്തിൽ കൊടുത്ത വിലപ്പെട്ട സമയം എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരുന്നു. അതേ പറയുവാൻ തക്കോണം സമയമില്ലല്ലോ. സ്തോത്രം. ചെറുപ്പം മുതലേ എനിക്കറിയാം. എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം വിദ്യാഭ്യാസകാലം ഞാൻ ഓർക്കുന്നു. എപ്പോൾ കണ്ടാലും വളരെ പുഞ്ചിരിയോടെ സ്നേഹത്തിന്റെ ഒരു ഭാവമല്ലാതെ തന്നിൽ കാണുവാൻ ഒരിക്കലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. അങ്ങനെ താൻ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് അതേ തന്നോടുകൂടെ ഒരു പിതാവിനെ പോലെ വളർന്നുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറയുവാനുണ്ട്. ഞാൻ പറയുന്നില്ല, എങ്കിലും 1-2 വാക്കുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഉള്ളതായിരിക്കുന്ന തന്റെ ആ അനുഭവം പോലെ തന്നെ കർത്താവിന്റെ സേവനത്തിൽ കർത്താവ് വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ തന്റെ ജീവിതത്തിൽ തനിക്ക് നല്ലൊരു വരുമാനമുള്ള ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോട് കൂടെ RTO ഓഫീസിൽ കടന്നുപോയി ഒരു കാര്യം സാധിച്ചു വരണമെങ്കിൽ എത്രയും എളുപ്പത്തിൽ സാധിക്കടന്നു എന്നൊക്കെയുള്ളതായിരിക്കുന്ന ഒരു സൗമ്യ സ്വഭാവം തന്റെ ജീവിതത്തിൽ കൊടുത്തു. തന്നെ ആ നേരത്തിൽ കർത്താവ് ഉയർത്തിയുണ്ടായി. തന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള പുറപ്പാട് ഞാൻ ഓർക്കുന്നു. വളരെ സന്തോഷത്തോടെ താൻ സേവനം ചെയ്യേണ്ടതിന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടേണ്ടതിന് തന്റെ സഹോദരങ്ങളും തന്റെ അളിയനൊക്കെയും തന്നോട് പറഞ്ഞ വാക്കുകൾക്കെല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. താൻ വെച്ചകാലം പുറകോട്ട് വയ്ക്കാതെ സന്തോഷത്തോടെ തന്റെ പ്രവൃത്തി ചെയ്ത് തികച്ചു. അതിൽ എനിക്കും ഏറെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്നലെ രാത്രിയിൽ തന്റെ മരണ വാർത്ത കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ അവസ്ഥ ഞാൻ അറിഞ്ഞ സമയം മുതൽ പ്രാർത്ഥിപ്പാൻ ഈ കഴിഞ്ഞു. സ്തോത്രം. അവസാനം മരണവാർത്ത കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. എന്റെ മകൻ വന്ന് എന്നോട് പറഞ്ഞു മരിച്ചു എന്ന്. അത് ഞങ്ങൾക്ക് ചിലർക്ക് കടന്നു വരുവാനിടയായി. അവസാനത്തിൽ തന്റെ ശുശ്രൂഷ വളരെ പ്രത്യാശ നിറഞ്ഞതായിരിക്കുന്ന പ്രത്യാശയുടെ കാര്യങ്ങൾ പഠി. കഴിഞ്ഞ ആഴ്ചയിലും ആരാധനയിൽ പാടിയ പാട്ടിനെ കുറിച്ച് അവിടെ നടത്തി അത് വിശ്വാസികൾ പറയുണ്ടായി. വളരെ പ്രത്യാശയോടെ തന്നെ സേവനം അന്വേഷിച്ച് അത് തികച്ച് വിശ്രാമത്തിൽ കർത്താവ് ചേർത്തതിനാൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്നെയും താഴ്ത്തുന്നു. ഭയഭക്തിയോടെ ജീവിച്ച് കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന അവകാശത്തിൽ ഞാനും മുൻപോട്ട് പോകുന്നു. ദൈവമക്കളെ വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. നാമത്തിന് നന്ദിയോടെ സ്നേഹത്തിന്റെ ഒരു നല്ല പോസ്തോലൻ ഞങ്ങളുടെ കൈയായിരുന്നു, ഞങ്ങളുടെ ബലം കൈയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. വിശ്വാസികളെ മാത്രമല്ല, വിശുദ്ധന്മാരെ മാത്രമല്ല, അയൽവാസികളെ, ദേശനിവാസികളെ, അവിശ്വാസികളെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയൻ, നല്ലൊരു ശുഭിച്ചായൻ. അവൻ സകലോദത്തിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു നല്ല പിതാവായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനിയനും ശുഭിച്ചായനും ഭയങ്കര കൂട്ടായിരുന്നു. അനിയനിപ്പോൾ പാസ്റ്ററാണ്. അവര് ഞങ്ങളുടെ ഫ്രണ്ട് മുറിയിലാണ്. പ്രാർത്ഥന, പാട്ട്, കർത്താവിന്റെ വേലയ്ക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര സന്തോഷം, ഭയങ്കര ആനന്ദം ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ, കാണുവാൻ എല്ലാം ദൈവയുടെയാക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായപ്പോൾ ശാരീരിക നന്മയ്ക്ക് വേണ്ടതായ വസ്തുക്കൾ ഇവിടെ നിന്ന് ഞാൻ കാഴ്ച തന്നു. ദൈവനാമപ്പെടുത്ത് സ്തോത്രം. ദൈവത്തിന് മാത്രം ഉണ്ടാവട്ടെ. മാനുഷികമായ രൂപത്തിൽ ഈ വേർപാട് വളരെ ദുഃഖം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെങ്കിലും സ്വർഗം സന്തോഷിക്കുന്ന ഒരു സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. 2009 അമ്പലയിൽ അച്ഛൻ കടന്നു വരുന്ന സമയത്ത് ഞാനന്ന് ആ റോഡ് സൈഡിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ എൻ്റെ മൂത്ത മോനുണ്ടായ സമയമാണ്. അവിടെ ആ റോഡ് സൈഡിൽ എത്ര തിരക്കാണെങ്കിലും ആ റോഡ് സൈഡിൽ വന്ന് ഹോൺ അടിച്ച് എൻ്റെ മോനെ കയറ്റി, വൈഫിനെയും കയറ്റി പള്ളിയിൽ കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്
പാവങ്ങളോടുള്ള ഒരു ദീനാനുകമ്പ ജീവിതത്തിൽ മുഖമുദ്രയാക്കി മാറ്റിയ ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ സ്പീഡായിട്ട് പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അംബ്രേൽ സഭയിലെ ലിദിയ സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ ബാംഗ്ലൂർ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഒരു സ്വന്തം സഹോദരനെ പോലെ ആ കാര്യങ്ങൾക്ക് ആരുമില്ലാത്തൊരു കുടുംബമായതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരനെ പോലെ കാര്യങ്ങൾ മുൻപിൽ നിന്ന് വിശ്വാസികളെല്ലാം സംഘടിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഒരവസ്ഥ, അത് പാവങ്ങളോടുള്ള പ്രത്യേകമായ ഒരു ഇതായിട്ടാണ് അച്ഛനിൽ ഒരു പ്രത്യേകമായ സ്വഭാവ സവിശേഷതയായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്തോമിൽ സ്വന്തമായ പണികാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന്, മബലയിൽ ആകെ കുറഞ്ഞ വിശ്വാസികളാണുള്ളത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനപ്പോൾ അച്ഛനോട് തമാശയ്ക്ക് വെച്ചാൽ ലോട്ടറി വല്ലതും അടിച്ചോന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും സ്വർഗത്തിലെ ദൈവം എല്ലാത്തിനും മതിയാവനാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയലുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്ത് അച്ഛൻ ലാസ്റ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അറിഞ്ഞത് ഈ ഫെയ്ത്തോമിൻ്റെ പണിയും കൂടെ പൂർത്തീകരിക്കണം എന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു അത് എൻ്റെ പിന്നാലെ വരുന്ന ഒരു പൂർത്തീകരിച്ചോളും, എൻ്റെ പണി പൂർത്തിയായി എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായി എന്നുള്ള എൻ്റെ ചെവിയിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പാവങ്ങളോടാണെങ്കിലും അതുപോലെ തന്നെ അയൽവാസികളോടാണെങ്കിലും ഇതര സഭയിലെ വിശ്വാസികളോടാണെങ്കിലും എല്ലാ മേഖലയിലുള്ള ആളുകളോടും ഒരേപോലെ ബന്ധം പുലർത്തി ഒരേ കണ്ണുകൊണ്ട് പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കണ്ട ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. പലരും ഇവിടെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികില്ല എന്നുള്ള അത്ര ഒരു പാറ പോലെ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെയുള്ള അനുഭവമായ കഴിവുള്ള ആ ദൈവത്തിൻ്റെ ദാസനാണ്. അദ്ദേഹത്തെ കരഞ്ഞുകൊണ്ട് യാത്രയാക്കാൻ പറ്റില്ല. തീർച്ചയായും സ്വർഗം സന്തോഷിക്കുന്ന കൂട്ടത്തിൽ മനുഷ്യമാരുന്നതിൽ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഒരു പിതൃതുല്യനായി ഒരു സഹോദര തുല്യനായി ഉള്ള ഒരു ദാസനായിരുന്നു ഇത്. ഒറ്റ വാക്യം കൂടെ ഞാൻ പറയാം. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വിഷയത്തിലാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രതിസന്ധി പെട്ടുപോയിട്ട് ആ പ്രതിസന്ധി ഞാൻ അച്ഛനോട് ഞാൻ മനുഷ്യരോട് ആരും പറഞ്ഞില്ല. ഞാൻ അച്ഛനെ പേഴ്സണലി പോയി കണ്ടു. അച്ഛൻ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരനെ അത് നിനക്ക് തിരികെ കിട്ടും, ആ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു ചെറിയ ശതമാനം പോലും മനുഷ്യമായ രൂപത്തിൽ സാധ്യമില്ലാത്ത സ്ഥാനത്ത് സ്വർഗം അത്ഭുതം പ്രവർത്തിച്ച് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഒരു വാക്ക് പറഞ്ഞില്ല എന്നെങ്കിൽ ഒരു നന്ദിയോറമായി തീരും. വളരെ സ്പീഡായിട്ട് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, 1 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. എന്തായാലും വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തിന് ബോധമുണ്ടാകട്ടെ. ഈ ശുഭചാനോടുള്ള ബന്ധത്തിൽ ഒരു സാക്ഷി പറയാൻ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച വെളുപ്പിന് ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. എവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, ആൾക്കാർ സഹോദരന്മാരൊക്കെയും പല പണികളായിട്ട് ചെയ്യുന്നു. അങ്ങോട്ട് ആൾക്കാരെ ശരിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു സൈഡിൽ ഒരു തിണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മുടെ റോയ് ബ്രദർ പെട്ടെന്ന് ആ പ്രദേശത്ത് വരികയും തൻ്റെ ആ ഉടുപ്പിൻ്റെ ശോഭ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷമുണ്ടായി. കാരണം ആ ശോഭയ്ക്ക് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തൊരു ശോഭ കാണുവാനിടയായി. അതെ, തൻ്റെ ആ പച്ച ഒരു സഞ്ചിയുണ്ട് തോളയിൽ കൂടെ ഇരുന്ന്, ആ തോളയിട്ട സഞ്ചിയുമായിട്ട് താൻ അവിടെ വന്ന് ഒരു ചിരി ചിരിച്ചു പറഞ്ഞു, എവിടെ എല്ലാവരും എന്ത് ചെയ്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ പുള്ളി അവിടെ നിന്ന് ചിരിച്ചു പറഞ്ഞു, വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിന്റെ ശോഭ കണ്ടിട്ട് എനിക്ക് ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയായി പോയി. എന്താണ് അച്ഛാ എങ്ങോട്ടാ പോകുന്നതൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അച്ഛാ എവിടുന്ന വരുന്നത്, എങ്ങനെയാണ് പോകുന്നതൊക്കെ ചോദിക്കണ്ടേ, നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ വരാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ സ്വപ്നം കണ്ടതിന് ശേഷം 3 ദിവസം എനിക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടായി. കാരണം എന്തോ സംഭവം ഉണ്ടാകുന്നുണ്ടല്ലോ. ദൈവമേ, ഞാൻ വെട്ടുന്ന സ്ഥലത്തായാലും പ്രാർത്ഥിച്ചുകൊണ്ട് വെട്ടുമായിരുന്നു. പാട്ട് എന്റെ മേൽ ഇങ്ങനെ വന്നു, എന്നെയേ തീരേൽക്കാനായി. ഈ പാട്ട് എന്റെ കൂടെ ഈ പാട്ട് പാടി കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മാസാവസാന സ്റ്റഡി പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പാട്ട് ആ ദിവസം പാടി. ഞാൻ എന്താണെന്ന് മനസ്സിലായില്ല എങ്കിലും പിന്നെ അച്ചായന് ഇത് വാർത്ത അറിഞ്ഞ് ഞാൻ പിന്നെ സന്തോഷിക്കാണ്ടെന്ന് സിയോനിലേക്ക് ഒരു കല്ലായിട്ട് താൻ പോയി. ഞാനും എൻ്റെ ഓട്ടം ഓടുന്നു, ഞാനും എൻ്റെ അവകാശം പ്രാപിപ്പാൻ ദൈവമക്കളെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവം ഇരുന്നോളൂ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ശുഭമിനെ കുറിച്ചൊരു സാക്ഷി പറയാൻ അതുകൊണ്ട് ദൈവരിക്കാൻ നല്ല സഹസനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകം കഴിഞ്ഞ ആഴ്ച എനിക്ക് ബ്ലറിന്റെ മീറ്റിങ്ങിൽ കൂടാൻ സാധിച്ചില്ല. ഡോൺ ബ്ലറിന്റെ മരണത്തോടനുബന്ധിച്ച് കൊട്ടാരക്കരയ്ക്ക് പോകാനിടയായി. അത് കൂടാൻ സാധിച്ചില്ല. എന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചയച്ചു. തിരിച്ചു വന്നതിന് ശേഷം വളരെയധികം കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെയും ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എൻ്റെ അടുത്ത് അവസാനമായി പറഞ്ഞ വിഷയം, നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട്
കർത്താവിൻ്റെ രാജ്യത്തിൽ കാണപ്പെടുക. അതാണ് അദ്ദേഹം ലാസ്റ്റിൽ പറഞ്ഞത്. 2010 കാലഘട്ടത്തിൽ അമ്പലയിൽ ബത്തേരി ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത്, ഞാൻ പോലും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഭവനപ്പണിയുടെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം തന്നെ പലപ്പോഴും വിസിറ്റ് ചെയ്ത് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതേപോലെ കോവിഡിൻ്റെ പ്രതിസന്ധി കാലഘട്ടത്തിലാണ് മകളുടെ വിവാഹം നടന്ന ആ കാര്യങ്ങളെല്ലാം തക്കണം ചെയ്യുവാൻ തക്കണം ഉത്തരവാദിത്തം എല്ലാ ക്രമീകരണങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് പറയാൻ തക്കണം ഇടയായി തീർന്നു. ഇന്ന് രാവിലെ തന്നെ ബത്തേരുന്ന അനേക അന്യമതസ്ഥർ എന്നെ വിളിച്ചിട്ട് വിവരത്തെക്കുറിച്ച് അന്വേഷിപ്പാനും ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്നേഹവും മറ്റുള്ളവരെ കുറിച്ചുള്ള ഇടപെടലും കാര്യങ്ങളെല്ലാം പറയാൻ തക്കണിടയായി. അദ്ദേഹം കാണിച്ച നല്ല മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ഞാനും എൻ്റെ അവകാശം പ്രാപിക്കാൻ തക്കണം. ദൈവം സഹായിക്കണം. സ്തോത്രം. കരുണാസമ്പന്നാദി നന്ദിയോട് സ്തുതിക്കുന്നു. ഇങ്ങനെ സന്ദർഭത്തിൽ ക്ഷേമപ്പനെ കുറിച്ച് ഇങ്ങനെ സാക്ഷി വരുന്നൊരിക്കലും ഞാൻ കണക്കൂട്ടിയില്ല. തനിക്ക് അപകടം പറ്റിയത് വിചാരിച്ച് ഞാൻ നിശ്ചയമായും കർത്താവ് വിടുതൽ കൊടുക്കും എന്ന് ഞാൻ വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിപ്പാടില്ല. എനിക്ക് അധികം തകർന്നു പോയി. കാരണം ഈ കോഴിക്കോട് സെൻറ്ററിൽ പുള്ളി വന്ന അച്ഛന്മാരുടെ സമയമായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹവും ആശ്വാസം. 5 മാസം അവിടെ ഇരിക്കാൻ സ്തോത്രം അനുവാദം കിട്ടിയുള്ളൂ. പിന്നീട് പുള്ളി അവിടെ നേരെ വയനാട് ഭാഗത്തേക്കാണ് പോയത്. ഇരുട്ടി 1-2 സഭകളിലായിട്ട് നടത്തുവാൻ വേണ്ടി പോയി. അന്ന് തൻ്റെ അവിടുന്ന് യാത്രയപ്പിന് പല സാഹചര്യങ്ങൾ ആരും അങ്ങനെ പോകാറില്ല. എന്നാൽ ഞങ്ങൾ 3-4 സഹോദരന്മാർ താൻ യാത്ര പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന ശേഷം തന്നെ അവിടെ കൊണ്ടാക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ പോയി. എന്നാൽ ആ യാത്രയപ്പ് അവിടെ തച്ചന്മാരിരുന്ന് ഒരു ശുശ്രൂഷ ലഭിക്കാത്ത യാത്രയപ്പ് താൻ വളരെ കണ്ണുനീരോടൊരു പാട്ട് പാടി അവിടെ കൂടിയത്. ഞങ്ങളല്ല ഏകദേശം 5 മാസത്തെ ഒരു ശുശ്രൂഷ മാത്രമാണ് അവിടെ ചെയ്തത്. അത് ഇന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. താൻ വളരെ സന്തോഷത്തോടെ തന്നെ അവിടെ കൊണ്ടാക്കിയ ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നു. അതിനു മുമ്പ് തന്നെ തൃശ്ശൂർ സെൻറ്ററിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും സഹോദരി ബിനയുടെ അനിയത്തി ഷെറിന് അവിടെയുള്ള നിമിത്തമായിട്ട് തന്നോടൊരു ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും അവർ ഇന്ന് ശുശ്രൂഷ സ്ഥലങ്ങളൊക്കെ പോകാനിടയായി തീർന്നു. അതിനുശേഷം പാലക്കാട് തൃശ്ശൂർ സെൻറ്ററിരിക്കുന്ന സമയത്ത് തന്നെ തനിക്ക് മംഗളനാമിൽ വെച്ച് ഏകദേശം ഒരു 10-15 ദിവസം തീരെ ഒരു സൈഡ് മുഴുവനും പാലൈസായി ഒന്നും സംസാരിക്കാൻ വയ്യാത്തൊരു അനുഭവം. ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു 2 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഈ കോഴിക്കോട് സെന്ററിലേക്ക് വന്ന് അതുപോലെ ഒരു സ്നേഹവും ഒരു കരുതലും ഏത് വിഷയങ്ങളും ഏത് നട്ടപ്പാതിരാക്കി എന്ന് വിളിച്ചു പറഞ്ഞാലും താൻ അതിൽ പ്രാർത്ഥിക്കും. താൻ ചില കാര്യങ്ങൾ പറയും. അതിന് എനിക്ക് വിശ്വാസം വർദ്ധിക്കുമ്പോൾ കർത്താവ് വഴിയാക്കി അനേക സന്ദർഭങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ കർത്താവ് ഒരു വിശ്വസ്ത ശുശ്രൂഷയിൽ നിന്ന് മാത്രമല്ല, താനൊരു പിതാവിന്റെ സ്ഥാനം, ഒരു സ്നേഹനിധിയായ ഒരു മാതാവിനെ പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം കഴിഞ്ഞ ഒരു വിശ്വസ്ത ശുശ്രൂഷ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ആ കർത്താവ് നിങ്ങൾ ആരംഭിച്ചതായ പ്രവൃത്തി ആ കർത്താവ് തികച്ച് തനിക്ക് സ്വർഗീയ അവകാശമുള്ളതിനെ സ്തുതിക്കുന്നു. പ്രമാണമായി നല്ല മാതൃകളെല്ലാം പിന്തുടർന്നുകൊണ്ട് വേഗത്തിൽ വന്ന് കർത്താവ് എഴുതിപ്പാൻ അടിയങ്ങളെയും കർത്താവ് ഒരുക്കുന്ന പ്രാർത്ഥന സ്തോത്രം ചെയ്യുന്നു. ശുഭോപ്പനെ നെർബൂർ സഭയിൽ ഏകദേശം 1.5 വർഷത്തോളം അവിടെ ഇരുന്നു. അതിനു മുൻപ് തന്നെ മൂപ്പനുമായിട്ട് വളരെ പരിചയവും സ്നേഹബന്ധമുണ്ടായിരുന്നു. ഇടക്കരയിരിക്കുന്ന സമയത്ത് കള്ളായിരിക്കുന്ന സമയത്തൊക്കെയും നെർബൂർ ഞങ്ങളുമായിട്ടുള്ള ബന്ധം, ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ ഞങ്ങൾ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ച് വലിയ പേര്. നെൽബൂർ സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെൽബൂർ സഭയിൽ വന്ന് എൻ്റെ ശരീരം കൊണ്ടും വളരെ കഷ്ടപ്പെടുകയും ആ നെൽബൂർ സഭയ്ക്ക് വേണ്ടതായ ഭൗമികമായ പല നന്മകൾ ആ സഭയ്ക്ക് വേണ്ടി ചെയ്തു. അതിനുവേണ്ടി വിശ്വാസം കഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ താനും കഷ്ടപ്പെടുന്നതായ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പ്രായമുള്ളവരെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കാതെ താൻ തന്നെ ചെയ്യുകയും തനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളൊരു വലിയ ഒരു കടമ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, എപ്പോഴും ചെന്ത് ഏത് അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ചൊരു ചുംബനം തരുന്നത് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അദ്ദേഹം എവിടെ നിന്ന് സ്ഥലകാല ഭേദമെന്നെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം തരുന്ന ആ ഒരു പിതാവിൻ്റെ സ്നേഹം തനിക്കുണ്ടായിരുന്നു. താൻ ഓട്ടം പിടിച്ചു വെച്ചു നല്ല അവകാശം പ്രവേശിച്ചാൽ സ്തോത്രം ചെയ്യുന്നു. എത്ര പറഞ്ഞാലും നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാം. എങ്കിലും ദൈവസന്നിധി ഏറ്റവും ശ്രേഷ്ഠമായ തന്നെ അടിസ്ഥാനക്കല്ലാക്കി തന്നെ ചേർത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ സ്നേഹവും കരുതലുള്ളതായ വിശുദ്ധന്മാരുടെയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ ഓർത്ത് നിലവിന് വേണ്ടിയിട്ടും സഭയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷിക്കുന്നു. എന്നോട് സഹോദരൻ പ്രേക്ഷിപ്പിച്ചാൽ സാക്ഷിയെ നിൽപ്പാൻ ദൈവം സഹായത്തെ സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. മാവൂരിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല എങ്കിലും വലിയൊരു ആത്മബന്ധം പ്രേക്ഷിപ്പിച്ചാലിട്ടുണ്ട്. നമ്മളാകെ ഒരു ശുശ്രൂഷ മാത്രമാണ് ചെയ്തത്. അത് ഒരു എൻഗേജ്മെൻറ്റ് ശുശ്രൂഷയ്ക്ക്
അന്ന് ഞങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ജോണപ്പൻ്റെ കൂടെ ഒരു എൻഗേജ്മെൻറ്റ് ശുശ്രൂഷയ്ക്ക് ഇവിടുന്ന് വലിയപ്പച്ചൻ അവിടെ വിടുകയുണ്ടായി. അന്നേരോട് പറഞ്ഞ് 2 വിക്കന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളെങ്ങനെ ശുശ്രൂഷ ചെയ്യും? ഏറ്റവും വലിയ അനുഗ്രഹമായ ശുശ്രൂഷയാണ് അവർ 2 പേരും അവിടെ ചെയ്തത്. മോശയെപ്പോലെ തടിച്ചെന്ന് നാക്കുള്ളവനാകും ഞാൻ എന്ന് പറഞ്ഞു. എങ്കിലും ഒരു പുള്ളിയിലൂടെ ശുശ്രൂഷ ചെയ്ത പലർക്കും ജാതി മതഭേദമന്യേ പണക്കാർക്കും സമ്പത്തില്ലാത്തവർക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് സാക്ഷ്യം പറയാറുണ്ട്. എങ്കിലും ദൈവം ഈ ദൈവനാമത്തിലിരിക്കുന്നു. കുറിച്ച് 2 വാക്ക് പറയാതെ കണ്ണം ചെയ്യും വലിയൊരു ഭാഗ്യം തന്നെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മൂപ്പൻ്റെ കൂടെ ഞാൻ അമ്പലമില്ല 7 മാസം കത്താണ്ട് ശുശ്രൂഷ ചെയ്യാതെ കണ്ണം ചെയ്യാൻ സഹായിച്ച് ആ 7 മാസവും 7 മിനിറ്റ് പോലും ആയിപ്പോയി. മാറ്റം പറഞ്ഞത് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഓരോ ശുശ്രൂഷ ആത്മീയ ഭൂമി എല്ലാത്തിലും ഒരു അനുഗ്രഹം ആശ്വാസമായിരുന്നു. അത് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവീയ സാന്നിധ്യം ദൈവ സമാധാനം ഓരോ നിമിഷം പ്രായമാകുന്ന എൻ്റെ ജീവിതത്തിൽ സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി എത്ര തന്നെ ക്ഷീണിച്ചു പോയി കിടന്നാലും സ്തോത്രവും നാളോട് സ്തോത്രമൊന്നും മുടക്കുന്ന ഒരു പതിലായി പോഴും ദേഹിച്ചനിരിക്കുന്ന പ്രാർത്ഥിക്കുന്നതിനും എല്ലാം സഹായിച്ചുകൊണ്ട് വൻകൃപയ്ക്കായി സ്തോത്രം. ഞാൻ എഴുന്നേൽക്കാൻ കാരണം ഈ തിങ്കളാഴ്ചയുടെ നമ്മുടെ സഹോദരന്മാരെ മിക്കവാറും പേരെല്ലാം ഷട്ടറിൽ വരുന്നെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ ഞങ്ങളുടെ നടത്തിപ്പുകാരനും തിങ്കളാഴ്ച രാവിലെ വന്ന് സ്തോത്ര പ്രാർത്ഥന കഴിഞ്ഞ് താൻ കോഴിക്കോട്ടേക്ക് വന്ന ശേഷമായി ഞാൻ പോയി കിടക്കുമ്പോൾ വെളുപ്പിന് ഒരു 5:30 മണിയായപ്പോൾ ഞാനൊരു ദർശനം കാണാനിടയായി. ഈ കോഴിക്കോട് സെൻറ്ററിലെ ഈ സൗകര്യമാരുടെ ഭാഗത്ത് ഈ ബ്രദർ സ്റ്റേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ കയ്യിലൊരു വെള്ള സാധനം കയ്യിലിട്ടുണ്ട്. അതിന് നല്ല അത് അടിക്കുമ്പോൾ നല്ല കിളുങ്ങുന്നുണ്ട്. പക്ഷേ പുള്ളി ഭയങ്കര ചേർന്നങ്ങ് ചിരിക്കുക. ഭയങ്കര ചിരി അടക്കാൻ വയ്യാന്ന് പറഞ്ഞ് ചിരിച്ച് പുള്ളിക്ക് വാക്ക് പറയാൻ കിട്ടുന്നത് ഭയങ്കര ചിരിക്കുക. ചിരിച്ചിട്ട് പറയാം ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ചിരി അടക്കാൻ വയ്യ. അത്രമാത്രം ചിരിക്കുക. ഞങ്ങളുടെ പല സഹോദരങ്ങളും അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ഈ സഹോദരൻ ഇങ്ങനെ എല്ലാം പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ പെട്ടെന്ന് കണ്ണും തുറന്നിരിക്കുക. ഞാൻ ഓടിച്ചൊന്നാണ് എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള സംഭവം വരുമെന്നുള്ള ഏതൊരു കാരണവശാൽ മനസ്സിലായില്ല. വന്നാലും ഞാനും ഞങ്ങളുടെ ബ്രദർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ഇനി അവിടെ കുറച്ച് പേരൊക്കെ നിൽപ്പുണ്ടൊക്കെ പേരെല്ലാം പോയെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഞാൻ വീണ്ടും ഇതിനു വേണ്ടി ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ഇതോടെ രാത്രിയും പലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് എനിക്ക് ധാരാളം കൊടുക്കണം, ഞാൻ സൂക്ഷിക്കണം എന്നെല്ലാം വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അതിന് ദൈവമക്കളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നാൽ ഈ ദർശനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കർത്താവ് ബുധനാഴ്ച വൈകുന്നേരം ഈ സംഭവം കേട്ടപ്പോഴാണ് മനസ്സിലായത് പക്ഷേ അത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ദൈവം കൊടുത്ത നല്ല അവകാശത്തിനായി സ്തോത്രം. ഇനി എനിക്കും ദൈവം എനിക്ക് ആദരിച്ചിരിക്കുന്ന നല്ല അവകാശം കർത്താവിനോട് പ്രായപ്പന്നങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദേശീയ നമുക്ക് അവരോട് ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിൽ ക്ഷേമൂപ്പനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 1 വർഷത്തോളം അമ്പാലുവേൽ എന്ന പ്രദേശത്ത് ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ താനൊരു വിശ്വാസ വീരനായിരുന്നു, താനൊരു താഴ്മയുള്ള വ്യക്തിയുടെ ഉടമയായിരുന്നു. അമ്പലയിൽ പണി നടക്കുന്ന സമയത്തെല്ലാം കാർമേഘം കൊണ്ട് മൂടി ഇപ്പോൾ മഴ പെയ്യുന്നുള്ള അവസ്ഥ പലപ്പോഴും വന്നിട്ടില്ലെങ്കിൽ ഉടനെ കൈ ഉയർത്തിട്ട് പറയും ഈ മഴ ചുള്ളിയോടിലേക്ക് പോട്ടെ, ഈ മഴ വടവും ചോലിലേക്ക് പോട്ടെ. സമയത്തോടെ മഴ പെയ്യാം. അമ്പലവേൽ ടൗണിൽ മഴ പെയ്താലും നമ്മുടെ പല സ്ഥലത്ത് മഴ പെയ്യാത്തില്ല. പല്ലുവേദനയാലും വളരെയധികം കഷ്ടപ്പെടുന്ന സമയത്ത് ഉപ്പുവെള്ളം കൊടുത്തപ്പോൾ സ്വീകരിക്കത്തില്ല. ഇതുവരെ പനിയുള്ള സമയത്ത് കുരുമുളകിട്ട് കാപ്പി കൊടുത്താൽ അത് സ്വീകരിക്കാം. അല്ലാത്ത സമയത്താണെങ്കിൽ കുടിക്കും. പനിക്ക് പ്രതിവിധിയായിട്ട് എനിക്ക് വേണ്ട. കാലിലെ ചെരുപ്പ് പൊട്ടിയാലും അത് വീണ്ടും തയ്ച്ച് വലിയ അത്ഭുതം പോലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. വളരെ ഒരു ത്യാഗിയായ ഒരു വ്യക്തിയായിരുന്നു. ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ എനിക്കുണ്ടായിരുന്നു. സാധനം വാങ്ങിയാൽ കുറച്ച് വന്നാൽ അറിയത്തില്ല. ഞാൻ പറയും സാധനം വാങ്ങണ്ട, ഞാൻ വാങ്ങിക്കണം, എനിക്കിവിടെ വയ്ക്കാൻ സ്ഥലമില്ല. മാത്രമല്ല അവിടെ ഒരു കണ്ണുകണ്ണത്ത മകനും ഞാനും ഒറ്റയ്ക്കായിരുന്നത് കാരണം എനിക്കിവിടെ എൻ്റെ പ്രാർത്ഥന വളരെ ഫലപ്രദമായി തീർന്നിട്ടുണ്ട്. എനിക്ക് തന്നെ കൃപ ധാരാളമായി തന്നെ സഹായിച്ചിട്ടുണ്ട്. അവസാനമായി തിരുവല്ല കൺവെൻഷനിൽ പോകുന്ന സമയത്ത് തൻ്റെ സഹായം എനിക്ക് വേണ്ടുന്ന സഹായം താൻ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ അവസാനമായുള്ളൊരു യാത്ര അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ താനുമായിട്ടുള്ളൊരു യാത്രയില്ല അവസാനമായത്. എൻ്റെ ആരംഭിച്ചത് പ്രവൃത്തി ഇതിൻ്റെ കൂടുതൽ ഞാൻ വീണ് നിറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിവിടെ അന്ന് രാത്രി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ താൻ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് പറയണം, കണ്ടോ എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്നാലും ദൈവം തന്നെ നാമത്തെ മഹത്വപ്പെടുത്തി തന്നിൽ ആരംഭിച്ച വേല ദൈവം തികച്ചു പൂർണ്ണതയിലെത്തിച്ചു.
എനിക്ക് നല്ലൊരു വശത്തെ പ്രാപിക്കണം. എല്ലാ പ്രിയപ്പെട്ട പ്രാർത്ഥന അപേക്ഷിച്ചു സാക്ഷി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഷിബോച്ചാൻ്റെ വേർപാടനുബന്ധിച്ച് ഇങ്ങനെ കൂടി വരുവാൻ ഒരു സാഹചര്യം ഒരുക്കി തന്നതിനായി സ്തോത്രം. ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്ന വിശുദ്ധന്മാർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ 2009 ഈസ്റ്റർ വീക്ക് കഴിഞ്ഞ് എനിക്ക് ഇരുമ്പല്ലൂരിൽ നിന്ന് മാറ്റമായിട്ട് ഞാനിവിടെ വരുന്നു. ഷിബോച്ചാൻ എൻ്റെ തലേന്ന് തൃശ്ശൂരിൽ നിന്ന് മാറ്റമായിട്ട് ഇവിടെ വരുന്നു. ഞങ്ങൾ ഒരു രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസത്തിലാണ് ഇവിടെ മാറ്റമായിട്ട് കടന്നു വന്നത്. അന്ന് ആദ്യമായിട്ട് കൈ തന്ന് ഒരു സ്നേഹചുംബനം തരുന്ന സഹോദരൻ ഷിബോച്ചാനായിരുന്നു. അന്നു മുതൽ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെയും ബിൽഡിങ്ങിൻ്റെ വർക്കിന് ആരംഭം മുതൽ അവസാനം രാത്രിയും പകലും ഞങ്ങളോടുകൂടെ കഷ്ടപ്പെടുവാനും അധ്വാനിപ്പാനും തൻ്റെ ശരീരമോ ആരോഗ്യമോ സമയമോ ഒന്നും നോക്കാതെ വണ്ണം രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ വിശുദ്ധന്മാർ പറയുന്ന ഓരോ വാക്കുകളും അതുപോലെ അനുസരിച്ച് ഈ വേലയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രയത്നിച്ചതായ ഒരു സഹോദരൻ കൂടിയാണ്. എൻ്റെ ജീവിതത്തിലും പല അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഞങ്ങൾ പല യാത്രകൾ ചെയ്തിട്ടുണ്ട്. 2019 ഞങ്ങൾ ഒരുമിച്ച് ഇരുമ്പല്ലൂരിലേക്ക് കൺവെൻഷനായി കടന്നുപോയി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, കൺവെൻഷൻ നടക്കുമോ? നടക്കും. ദൈവത്തിന് സ്തോത്രം. തിരിച്ചു വന്നപ്പോൾ മൈസൂർ ഇറങ്ങി. ഞാൻ സിദ്ധാപുരത്തേക്ക് പോകണം, അച്ഛന് ബത്തേരിയിലേക്ക് പോകണം. അങ്ങനെ കേരളത്തിൻ്റെയും അതേ കർണാടകയുടെയും അതിർത്തി അടയ്ക്കുവാൻ പോവുകയാണ്. അച്ഛൻ അവിടെ എൻ്റെ കൂടെ വന്ന് എന്നെ വിളിക്കാൻ വന്ന സഹോദരനോട് പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് കൊണ്ടാക്കാം, ഏതെങ്കിലും ഒരു വണ്ടി ദൈവം ഒരുക്കും. അന്നത്തെ ലാസ്റ്റ് കർണാടകയിൽ നിന്നുള്ള ലാസ്റ്റ് കേരളത്തിലേക്കുള്ളതായ ബസ്സാണ്. അത് കഴിഞ്ഞാൽ ബോർഡർ എല്ലാം അടയ്ക്കുകയാണ്. അച്ഛൻ ആ ലാസ്റ്റ് ബസ് കിട്ടുകയും അവിടെ പോകുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തും പല കൺവെൻഷനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് അത് പെരുള്ളൂര് പോയിട്ട് നിത്യതയിൽ പ്രവേശിച്ച സോമനപ്പച്ചനോടുകൂടെ പോകുവാനും അങ്ങനെ യാത്രകളിൽ പല അനുഭവങ്ങളും പല കാര്യങ്ങളും അച്ഛനിൽ നിന്ന് പഠിക്കുവാനിടയായി തീർന്നു. അവസാനമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇരുമ്പല്ലൂരിലെ ഈ വർഷത്തെ കൺവെൻഷന് ഞങ്ങൾ ഒരുമിച്ചാണ് മൈസൂരിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ 3 പേരാണ്, ഫിലിപ്പച്ചാനും ഞാനും ശിവച്ചാനുമാണ്. അതിലൊരാൾ കുറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ശുശ്രൂഷക്കാരുടെ അടക്കത്തിന് വരുമ്പോൾ ഞങ്ങൾ സെമിത്തേരിയിൽ വെച്ച് പറയും, അച്ഛാ അടുത്തത് ഞാനായിരിക്കും. അപ്പോൾ ഈ ബത്തേരിയിൽ മേരി സിസ്റ്റർ മരിക്കുമ്പോൾ, നമ്മുടെ ശുശ്രൂഷക്കാരി മേരി സിസ്റ്റർ മരിക്കുമ്പോൾ അവിടെ വെച്ചും പറഞ്ഞ് നെഞ്ചത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, അടുത്തത് ഇനി ഞാനായിരിക്കുമെന്നുള്ളത് പറഞ്ഞുവെങ്കിൽ ഇത്രയും വേഗം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞില്ല. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇവിടെ ജോലി സംബന്ധമായിട്ട് കടന്നു വന്നപ്പോൾ അച്ഛനെ കാണുവാനും വളരെ ക്ഷീണിതനായിരുന്നു. അച്ഛനെ കാണുവാനും ഓടി വന്ന് കൈ തന്ന് സ്നേഹചുംബനം തരുവാനും അതാണ് അവസാനമായി കാണുവാനും അവസാനമായി സ്നേഹചുംബനം തരുവാനിടയായി തീർന്നു. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അച്ഛാ എന്തിനാണ് എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ സ്നേഹചുംബനം കൊടുക്കുന്നത്? അച്ഛാ പറയും, ഒരു സീക്രട്ട് ഉണ്ട്. അതില് ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതുകൂടിയാണ് ഈ സ്നേഹചുംബനത്തിന്റെ മറ്റൊരു ഭാഗം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു ചിരിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കൺവെൻഷന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിപ്പാനും കഷ്ടപ്പെടുവാനും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ രാവിലെ പറഞ്ഞുണ്ടായി, ഷിബോച്ചാൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം ഇനി ഇവിടെ ഇല്ലല്ലോ. അതേ ദൈവത്തിന് സ്തോത്രം. തനിക്ക് പകരമായിട്ട് വെക്കുവാൻ ഒരു ശുശ്രൂഷക്കാരനും ഇവിടെ ഇല്ല എന്ന് ഈ പകൽക്കൂടെ ഞങ്ങൾ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അച്ഛൻ കൊടുത്തതായ അവസാനത്തിനായി സ്തോത്രം. അച്ഛൻ്റെ യാത്രകളിൽ പല യാത്രകളിൽ ചെറിയതും വലുതുമായിട്ടുള്ള പല യാത്രകൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ അച്ഛനെ വിളിക്കുവാനും ആ കഷ്ടങ്ങൾ തന്നോട് ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തീർന്നു. എനിക്കൊരു കൂട്ടു ശുശ്രൂഷക്കാരൻ മാത്രമല്ല, എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരുന്നു. കടന്നുപോയത് വളരെ ഒരു നഷ്ടമാണ്. താൻ കടന്നുപോയതായ നല്ല മാതൃകകളും നല്ല പ്രവൃത്തികളെ പിൻപറ്റി എനിക്ക് നല്ലൊരു അവസാനം പ്രാപിപ്പാനായിട്ട് ഞാൻ വിശുദ്ധന്മാരുടെ ദൈവമക്കളുടെ എവിടെ ദൈവത്തിന് മഹത്വം. പ്രാരംഭമായി ചില ശുശ്രൂഷകർ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിട്ടുണ്ട്. മുൻപേ അപ്പച്ചൻ ഓർപ്പിച്ചതുപോലെ തിരുവല്ല അസിസ്റ്റന്റ് പാസ്റ്റർ സാബു ജാൻ, അതുപോലെ പുനലൂരിലുള്ള ബേബി പാസ്റ്റർ എൽഡർ ഇമ്മാനുവേൽ നല്ലില, സലാലയിലുള്ള സന്തോഷ് ബ്രദർ എൽഡർ സന്തോഷ് ജോർജ്, അതുപോലെ പാലക്കാടുള്ള എൽഡർ ജെയ്സൺ, കൊട്ടറയിലുള്ള എൽഡർ സാമ്പോൾ, ഇവർ ഈ സന്ദർഭത്തിൽ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിരിക്കുന്നു. എൽഡർ ജെയ്സണ് ശാരീരികമായ ക്ലേശങ്ങളുള്ളതിനാലും അതുപോലെ സാബു പാസ്റ്റർക്കും സാബു ഭജനും ശാരീരികമായ ക്ലേശങ്ങൾ ഉള്ളതിനാലും വളരെ താല്പര്യമുണ്ടായിരുന്നു, വരുവാൻ കഴിഞ്ഞില്ല എന്നറിയിച്ചു. സമയം വളരെ ചുരുക്കമാണെന്നറിയാം. എൻ്റെ വാക്കുകൾ എൻ്റെ സാക്ഷ്യം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ പരിചയം 25 വർഷമാണ്. 2000 ആണ്ട് ഫെബ്രുവരി മാസം 28-ാം തീയതി കോട്ടയം സെൻട്രൽ വിശ്വാസ വീട്ടിൽ വെച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി ഞങ്ങളെ വേർതിരിച്ചു.
അന്ന് പാസ്റ്റർ PM തോമസ് അവറുകളാണ്. അദ്ദേഹത്തിന് ശാരീരികമായ ക്ലേശങ്ങളുള്ളതിനാൽ പാസ്റ്റർ ടി തോമസ് ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ ടി തോമസ് അവറുകളാണ് വന്ന് ഞങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുന്നത്. ആ സമയം ഞങ്ങൾ ഒന്നാമതായിട്ട് എൻ്റെ തലയിൽ കൈവച്ചു എന്ന് തോന്നുന്നു. ഞങ്ങളതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ശേഷിച്ച 3 പേരും ഒന്നുകിൽ ശുശ്രൂഷയിലല്ല അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ആ മൂന്നാമനായി ബ്രദർ ബ്രദറും ഷിബുവേശാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനിടയായി. ഇപ്പോൾ ആ കൂട്ടത്തിൽ കോട്ടയത്ത് അവസാനമായി ശുശ്രൂഷയ്ക്കെടുത്തതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ 2 ദിവസങ്ങളിൽ കണ്ണീരിലാണ് രാത്രിയിൽ കഴിച്ചു കൂട്ടിയത്. വേർപാടിൻ്റെ ദുഃഖമല്ല, ആരും തെറ്റിദ്ധരിക്കരുത്, അസൂയ കൊണ്ടാണ് കരഞ്ഞത്. കാരണം ഈ ദാസൻ 25 വർഷക്കാലം അഹോരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും സന്തോഷത്തോടെ തികയ്ക്കണമേ എന്ന് എനിക്കുള്ളൂ എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, രാപ്പകൽ അധ്വാനിച്ച തൻ്റെ ദാസൻ്റെ നമുക്ക് അളക്കുവാൻ കഴിവില്ലാത്ത ആ ശുശ്രൂഷയോർത്ത് തൻ്റെ ഓട്ടം ഓടി അവിടെ ദൈവസേനയിലെത്തിയതോർത്ത് അസൂയ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അതുമാത്രമല്ല, കഴിഞ്ഞ 1.5 വർഷക്കാലമായി തൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്നോട് ചോദിക്കും, സജീവച്ചായ എന്നെക്കാൾ ഒരു വയസ്സ് മൂത്തതാണ്, എന്നാലും എന്നെ ചായ എന്ന് വിളിക്കാറുള്ളൂ. സജീവച്ചായ, നമ്മൾ എത്ര പേരാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 2000 ബാച്ചിൽ ബാക്കിയുള്ളതെന്നറിയാമോ? ഏറ്റവും ഒടുക്കം കഴിഞ്ഞ യുവജന മീറ്റിങ്ങിന് വന്ന് താനൊരു ലിസ്റ്റ് എടുത്തു. ഇനി നമ്മൾ 34 പേരും കൂടിയുണ്ട്. ഈ കഴിഞ്ഞ എറണാകുളം കൺവെൻഷന് ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്തിരിക്കുകയാണ്. പെട്ടെന്നൊരു കുറിപ്പ് എഴുതി എനിക്ക് തന്നു. ആ കുറിപ്പിൽ കേരളത്തിലുള്ള 2000 വർഷത്തിലിറങ്ങിയ 8 സുവിശേഷ വേലക്കാരുടെ പേരുകളായിരുന്നു. അത് കണ്ട ഉടനെ ഞാൻ എൻ്റെ ഡയറിയിൽ അതെഴുതി. ആ 8-ൽ ഇപ്പോൾ അത് 7 അവശേഷിച്ചിരിക്കുന്നു. ഇതിന് ഇനി അധികമായി ഒരുപാട് കാര്യങ്ങൾ പറയുവാനുള്ള സമയമില്ല എന്നെനിക്കറിയാം. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ കേട്ടു, ഒരു അണലി പാമ്പിനെ ചവിട്ടിയിട്ട് അണലി പാമ്പ് കടിച്ചു, എന്നാൽ അതിനെ ചവിട്ടി അരച്ചു. എന്നിട്ട് തന്നോട് ചോദിച്ചു, ഇത് അണലിപ്പാമ്പ് കടിച്ചില്ലേ? തനിക്ക് അതിനെക്കുറിച്ചൊരു ഭാരവുമില്ലാതെ താൻ സുഖമായിട്ട് ഉറങ്ങിയെന്നും താൻ സിംഹത്തിന്മേലും അണലിന്മേലും ചവിട്ടുമെന്നുള്ളതായ വചനത്തെ അടിസ്ഥാനമാക്കി അതിൽ നിന്നും താൻ വിജയിയായി തീർന്നു എന്നും തന്നെക്കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് 2024 ഫെബ്രുവരി 28 എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സജീവച്ചായ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞില്ല. നമ്മളെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ 24 വർഷം തികയാണ്. എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. നമ്മുടെ സ്നേഹനിധിയായ ഷിബുച്ചാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഡയറിയിൽ ഞാൻ ഇറങ്ങിയ ഡേറ്റ് കുറിച്ചെടുത്തത്. എന്തിനേറെ പറയുന്നു, ഒരു സുഹൃത്തിൻ്റെ സ്നേഹവും സഹോദര ബന്ധത്തിൻ്റെ ഊഷ്മളതയും പിതാവിൻ്റെ കരുതലും അധ്യാപകൻ്റെ ശാസനയും ഒരു ശുശ്രൂഷകന്റെ വിശുദ്ധിയും സാധുക്കളോടുള്ള കരുണയും ഇവയെല്ലാം തിങ്ങി നിറഞ്ഞു നിന്ന ആ മനോഹര ജീവിതം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഞാനും എൻ്റെ ഓട്ടം നന്നായി ഓടി തിരുസന്നിധിയിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇരിക്കും. கர்த்தருடைய பரிசுத்தமுள்ள நாமத்திற்கு மகிமை உண்டாவதாக. இந்த அருமையான சகோதரனுடைய இந்த அடக்காராதனையிலே பங்கு பெறும்படியாக அடியானாக எனக்கும் கூட கர்த்தர் கிருபை தந்தபடி கர்த்தரை நன்றியோடு கூட நான் சோதரிக்கிறேன். எங்களுடைய குன்னூர் சென்டரில் உள்ளதான எங்களுடைய சென்டர் பாஸ்டர் ஜோசுவா அவர்களும் எங்களுடைய சென்டர் மதர் செல்வி அவர்களும் அசிஸ்டன்ட் பாஸ்டர் ஆசீர்வாதம் அவர்களும் இரங்கல் செய்தியை அவர்கள் அறிவிக்கும்படியாக கேட்டுக்கொண்டிருக்கிறார்கள். எங்களுடைய கன்வென்ஷன் கிரவுண்டில் வேலை நடந்து கொண்டிருக்கிறபடினால எங்களுடைய சகோதரர்கள் எல்லாரும் அங்கே இருக்கிறார்கள். இந்த அடக்காராதனையில் எல்லாரும் பங்கு பெற வேண்டும் என்று சொல்லி அவர்கள் வாஞ்சித்தாலும் முடியாத ஒரு காரணத்தினால் நான் மட்டும் இங்கே வந்து இந்த சகோதரனுடைய அடக்கத்திலே பங்கு பெறும்படியாக கர்த்தனுக்கு இறக்க செய்திருக்கிறபடினால் கர்த்தரை நான் நன்றியோடு கூட ஸ்தோத்திரிக்கிறேன். சில வருடங்களாக இந்த சகோதரனோடு கூட எனக்கு தனிப்பட்ட விதத்திலே நானும் இந்த சகோதரனும் ஒரு கூட பிறந்த ஒரு சகோதரனை போல நாங்கள் போன் செய்து சில காரியங்கள் எல்லாம் நம்முடைய தனிப்பட்ட காரியத்திலும் ஊழியத்தின் பகுதியிலும் நடக்கக்கூடிய சில காரியங்கள் எல்லாம் பகிர்ந்து கொள்ளும்படியாக கர்த்தனுக்கு உதவி செய்தார். நான் இந்த கூடலூர் பகுதியில் வந்ததுக்கு அப்புறம் இந்த கூடலூர் பகுதியில் மொத்தம் ஒரு 6-7 சபைகள் உண்டு. அந்த சபைகள் எல்லாம் கடந்த ஆண்டு எங்களுடைய நடத்திப்புக்காரர்கள் சில விசேஷமான கூட்டங்கள் வைத்திருந்தார்கள். அந்த கூட்டங்கள் எல்லாம் இந்த சகோதரன் வந்து அவர் மனப்பூர்வமாக அவர் கலந்து கொண்டது மட்டுமல்ல, அவர் எங்களுக்கு மிகவும் உதவியாக இருந்தார். அவர் செய்த நன்மைகளை நாங்கள் ஒருபோதும் மறக்க முடியாது. கர்த்தருக்கு சோதரம். ஒரு மனிதனுடைய வாழ்க்கையிலே அவன் செய்ததான அந்த நற்கிரிகள் மட்டும்தான் அவனை பின்தொடரும் என்று சொன்னபடியாக சோதரம் இந்த சகோதரன் எல்லா விதத்திலேயும் எங்களுக்கு அந்த கூடலூர் பகுதியில் உள்ளதான எல்லா ஊழியங்களுக்கும் மிகவும் ஒரு ஆசீர்வாதமாக அவர் காணப்பட்டிருந்தார். கர்த்தருக்கு மகிமை உண்டாவதாக. தன்னுடைய நாட்கள் வந்த பொழுது சோதரம் தான் பெரியம் வைத்ததான தன்னுடைய ஆண்டவருக்குள்ளாக அவர் எடுக்கப்பட்டார். சோதரம் தீங்கு நாள் வருவதற்கு முன்பாக நீதிமான் எடுத்துக்கொள்ளப்படுகிறார் என்று சொன்னபடியாக சோதரம் மீது
சபைக்கு எல்லாம் ஒரு பெரிய நஷ்டமாக இருந்தாலும் அது சியோனுக்கு ஒரு பெரிய ஒரு லாபமாய் காணப்படுகிறது. சியோனிலே ஒரு கல் சேர்க்கப்பட்டது என்று சொல்லி நாம் விசுவாசிக்கின்றோம். சோதரம் என்னுடைய ஓட்டத்தையும் கூட நானும் ஜெயத்தோடு கூட ஓடி முடித்து அந்த பரம சியோனிலே ஆண்டவரோடு கூட காணப்பட நீங்கள் யாவரும் எனக்காகவும் ஜெபிக்கும்படியாக கேட்டுக்கொண்டு என் சாட்சியை முடிக்கிறேன். கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന്റെ പരിശുദ്ധ നാമത്തിക്ക് സ്തോത്രം. അരുമയാന ബ്രദർ ഷിബു മൂപ്പനെ പറ്റിയും ചില വാർത്തകൾ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാനിവിടെ വന്നിട്ട് അധികം നാൾക്കളായില്ല. ആനാലും എന്നെ കണ്ടതാന വേളയിൽ ഓടി വന്ന് രണ്ട് കൈകളും പിടിച്ച് അമ്മച്ചീന്ന് ഒരു നീട്ടமாக വിളിച്ച് அந்த സ്നേഹത്തെ കണ്ടതാന വേളയിലും എനിക്ക് ரொம்ப ആശ്ചര്യമായിരുന്നതും അതേപോലെ ഒരു സഹോദരൻ ഒരു ചിന്ന മകൻ വന്ന് എൻ്റെ കൈകളെ പിടിച്ച് മുത്തം ചെയ്ത് നല്ല പേശിത് മാതിരി ഇരുന്നതും അവരുടെ ശരീര പല സന്ദർഭങ്ങളിലും അവരെ പറ്റി ഇനിയും ചൊല്ല കാര്യം എന്ന് വെച്ചാൽ അവരെന്താ മാസയോഗ വേളകളിലെല്ലാം പാസ്റ്റർമാരോട് ചേർന്ന് അനേക വേലകളിൽ പങ്കുവരുന്നതും இந்த ഇടവസതി ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം ഞാൻ കാണുന്ന വേളയിൽ മോശയുടെ കരങ്ങളെ ഉയർത്തിയതാണ് அந்த പഴയ ഏർപ്പാട് പരിശുദ്ധവാങ്ങളുടെ നിലവരത്തെ ഇന്നലെയും കൂടെ ഞാൻ ജപത്തിൽ ചൊല്ലുകയുണ്ടായി. അതേപോലെ പരിശുദ്ധവാങ്ങളുടെ കരങ്ങൾക്ക് വലം കൈയായിരുന്ന ഒരു സഹോദരൻ തിരിയുന്ന അവരുടെ മരണത്തിൻ്റെ സൂഴ്നിലകൾ കേട്ട് എൻ്റെ ഹൃദയത്തിൽ ரொம்ப വേദനയായിരുന്നതും ശരീരത്തിന് ഞാൻ വളരെ கொஞ்சம் ബാധിക്കപ്പെട്ടെ. ஆனால் ഞാൻ സന്തോഷപ്പെടக்கூடிய ചില വിഷയങ്ങൾ വിശേഷமாக சொல்ல விரும்புகிறேன். முதலாவதாக അവരുടെ മൂത്ത സഹോദരൻ സഹോദരിയുടെ ഭർത്താവ് മറ്റു ചിലർ ഇടത്തിൽ വന്ന വേളയിൽ ഞാൻ അവരെ തനിപ്പെട്ട മുറയിൽ കണ്ട് സംസാരിക്കുന്നതിനും ദൈവം സഹായിച്ചു. அந்த വേളയിൽ അവരുടെ വിശ്വാസം, ധൈര്യം, ദൃഢത ഇതെല്ലാം കണ്ട് എനിക്ക് മിക 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 സന്തോഷം. എന്ന് വെച്ചാൽ പിടിപ്പെട്ട വിശ്വാസൻ വീരന്മാരുടെ കുടുംബത്തിലുള്ള ഒരു അജ്ഞാന ബ്രദറാണല്ലോ ഇവരെന്ന് നനച്ച് ഞാൻ ரொம்ப സന്തോഷപ്പെട്ടെ. അതുകൂടാതെ ഇന്ന് പ്രിയ അമ്മച്ചിയും തൻ്റെ മക്കളുമായിട്ട് വന്നതും ഞാൻ അവരെ പോയി കണ്ടതാണ് വേളയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെയുള്ള ഒരു പരിശുദ്ധവാങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചു വളരുന്നതിനും അരുമയാന ബ്രദർക്ക് സഹായിച്ച ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്തു. അവരുടെ പ്രിയ അമ്മച്ചിയുടെ ധൈര്യവും സന്തോഷവും ആഹാരം കഴിക്കുന്നതിനും കൂടെ ഞാൻ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞതെല്ലാം എനിക്ക് മിகவும் സന്തോഷമായിരുന്നതും ഇങ്ങനെയുള്ള ഒരു നല്ല വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നല്ലൊരു പിതാവിൻ്റെ സ്വഭാവം, മാതാവിൻ്റെ സ്വഭാവം, മറ്റ് നല്ല നല്ല സ്വഭാവങ്ങളെ വളർത്തിയ ഒരു അരുമയാന ബ്രദർ നഷ്ടപ്പെട്ടത് ദുഃഖമാണെന്നാലും കൂടെ പരലോകത്തിൽ അത് വിലയേറപ്പെട്ടത്. അതേപോലെയുള്ള കുടുംബങ്ങളിൽ നിന്ന് അനേകരെ കർത്തരുകൾ വേണം. എനിക്കൊരു വിശേഷமாக ഞാൻ മനതിൽ ദുഃഖപ്പെടുന്ന ഒരു വിഷയങ്ങളുണ്ടായി. എന്നോട് ഫാമിലിയിൽ ഇങ്ങനെയുള്ള വിശ്വാസ വീരന്മാരുടെ കുടുംബമല്ല. എനിക്കൊരു മരണം വന്നാൽ ആരും ഇപ്പടി ഇരിക്കത്തില്ല. എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളോടും കൂടെ ചൊല്ലി ആനായി പേർപ്പെട്ട നല്ല അരുമയാന സഹോദരങ്ങൾ, സഹോദരികൾ, അരുമയാന പ്രിയ അമ്മച്ചി എല്ലാവരുടെയും സന്തോഷവും ധൈര്യവും അവരുടെ പ്രത്യാശയും കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൂടാതെ ഇടത്തിൽ എത്രയോ നല്ല സാക്ഷികളെ കേൾക്കുന്നതിനും ദൈവം സഹായം ചെയ്തു. അതേപോലെയുള്ള നല്ല വിശേഷിക്കപ്പെട്ട സ്വഭാവമുള്ള അനേക സുവിശേഷ വേലക്കാരെ കർത്തരിൻ്റെ നാൾക്കിൽ നമുക്ക് എളുപ്പത്തരുവേണമെന്നുള്ള ജപത്തോട് എൻ്റെ സാക്ഷിയെ നേരുന്നു. അടുത്തതായിട്ട് നമ്മുടെ മേൽനടത്തിപ്പുകാരും പല ശുശ്രൂഷകരും ദൈവമക്കളും അയച്ചതായ സന്ദേശങ്ങൾ ചുരുക്കമായിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയനായ നമ്മുടെ സഭയുടെ ചീഫ് പാസ്റ്റർ എബ്രഹാം മാത്യു, ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമസ് എന്നിവർ അയച്ച സന്ദേശം. മഹത്വത്തിൽ പ്രവേശിച്ച എൽഡർ ഷിബു തോമസ് ആത്മാർത്ഥമായി സുവിശേഷ വേലയിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന വ്യക്തി ആയിരുന്നു. വിശുദ്ധന്മാരെ സ്നേഹിക്കുവാനും ദൈവജനത്തെ കരുതുവാനും അധികം കൃപ തനിക്ക് ഉണ്ടായിരുന്നു. വളരെയധികം താഴ്മയും സൗമ്യതയും ഉള്ള സ്വഭാവ സവിശേഷത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എസ്തേർ 10:3 പറയുന്നത് പോലെ മൊർദെഖായി പോലെ സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിന് അനുകൂലവാദിയും ആയിരുന്നു. എൽഡർ ഷിബുവിന്റെ പെട്ടെന്നുള്ള വേർപാട് നമ്മുടെ സഭയ്ക്ക് വലിയ ഒരു നഷ്ടമാണെങ്കിലും സ്വർഗത്തിൽ അത് ലാഭമായിരിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ദൈവമക്കൾ, ശുശ്രൂഷകരെയും ദൈവം സകല ആശ്വാസങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം.
പാസ്റ്റർ തോമസ് വൈദ്യനപ്പച്ചനും കൂട്ടുവേലക്കാരും അയച്ച സന്ദേശം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. യോഹന്നാന്റെ സുവിശേഷം 12:26. കർത്താവിന്റെ വേലയിൽ അധികം അധ്വാനിച്ചു കൊണ്ടിരുന്ന എൽഡർ ഷുബുവിന്റെ വേർപാട് വളരെ ദുഃഖം ഉളവാക്കുന്നതാണ്. ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എൽഡർ ഷുബു. വിശുദ്ധന്മാരോടുള്ള തന്റെ സ്നേഹവും കരുതലും മറക്കാവുന്നതല്ല. തക്ക സമയത്ത് കർത്താവ് സിയോനിലേക്ക് തന്നെ ചേർത്തതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൽസ്ഥാനത്തേക്ക് തക്കതായ ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കൊട്ടാരക്കര സെന്ററിൽ നിന്നും സെന്റർ പാസ്റ്റർ ജോർജ് ഊട്ടി അപ്പച്ചനും കൂട്ടുവേലക്കാരും അയച്ച സന്ദേശം. അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. സങ്കീർത്തനം 78:68. നമ്മുടെ പ്രിയ സഹോദരൻ ഷിബുവിന്റെ സൗരഭ്യമാർന്ന ജീവിതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനെ പാനീയ യാഗമായി അർപ്പിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി വളരെ തീഷ്ണതയോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു താൻ. ക്രിസ്തുവിൽ മറഞ്ഞിരുന്നുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവകൃപയുടെയും നിറവോടെ താൻ ചെയ്തിരുന്ന ശുശ്രൂഷ സർവ്വജനത്തിനും ആശ്വാസവും അനുഗ്രഹവും ആയിരുന്നു. തോട്ടക്കാരൻ തനിക്കിഷ്ടമുള്ള ഏറ്റവും സൗരഭ്യം വീശിക്കൊണ്ടിരുന്ന ഒരു പുഷ്പം പറിച്ചെടുത്തു. പ്രിയ ബ്രദറിന്റെ വേർപാട് നമുക്ക് വളരെ നഷ്ടം ഉളവാക്കുന്നു എങ്കിലും സ്വർഗം സന്തോഷിക്കുന്നു. ഇതുപോലുള്ള അനേക ശുശ്രൂഷകരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കട്ടപ്പന സെന്റർ പാസ്റ്റർ CM ജേക്കബ് അപ്പച്ചനും കൂട്ടുവേലക്കാരും അയച്ച സന്ദേശം. യെശയ്യാ 56:4. എൻ്റെ ശബ്ബത്ത് ആചരിക്കും, എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ശ്രമന്മാർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വേല ചെയ്ത വ്യക്തിയാണ് ഷുബു. ഷുബുവിന് പകരം വെക്കുവാൻ ഷുബു തന്നെ ഉള്ളൂ. 25 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂരിൽ ആൽപ്പാറയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഷുബു വേലയ്ക്ക് ഇറങ്ങിയത്. ആദ്യ വർഷം വേലയ്ക്ക് എടുത്തില്ല. ചീഫ് പാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം ഒരു വർഷം എന്നോടുകൂടെ ഫെയ്ത്ത് ഹോമിൽ ആയിരുന്നു. ഷുബു വിശ്വാസിയായിരിക്കുമ്പോൾ വേലക്കാർക്കും വിശ്വാസികൾക്കും ഒരുപോലെ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഒരു മകനും ഇളയ സഹോദരനും ആയിരുന്നു. വിശ്വസ്തത, അനുസരണം, താഴ്മ, ബഹുമാനം, ഉത്സാഹം ഇതെല്ലാം തന്റെ മുഖമുദ്രയായിരുന്നു. ഒന്നിനും വഴിമാറാത്ത ഒരു സിംഹം ആയിരുന്നു ഷുബു. 25 വർഷം ദൈവത്തിന്റെ വീട്ടിൽ പാർക്കുവാൻ ദൈവം തനിക്ക് അവസരം കൊടുത്തു. ഷുബു ഫോൺ ചെയ്യുമ്പോൾ പറയും, അപ്പച്ചനിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനു വേണ്ടി വളരെ പോരാട്ടം കഴിച്ച വ്യക്തിയാണ് ഷുബു. കുടുംബാംഗങ്ങളെ എല്ലാം ദൈവം സകല ആശ്വാസങ്ങളാലും നിറയ്ക്കട്ടെ. ഈ സ്ഥാനത്ത് അനേക ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് മിഷൻ റാന്നി സെന്ററിൽ നിന്ന് സെന്റർ പാസ്റ്റർ PJ ബാബു അപ്പച്ചനും കൂട്ടുവേലക്കാരും അയച്ച സന്ദേശം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. യോഹന്നാൻ 12:26. ബ്രദർ ഷിബുവിന്റെ പെട്ടെന്നുള്ള വേർപാട് ഞങ്ങളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. കാരണം നല്ല ചുറുചുറുക്കോടും പ്രസന്നമുഖത്തോടും കഴിഞ്ഞ ആഴ്ചയിലും ഞങ്ങൾ പരസ്പരം കണ്ട് സംസാരിച്ചതാണ്. വിശുദ്ധന്മാരെയും ദൈവജനങ്ങളെയും മാത്രമല്ല സകല ജാതി മതസ്ഥരോടും പ്രായഭേദമന്യേ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത തനിക്കുണ്ട്. വിശുദ്ധന്മാരെ പൂർണ്ണമായും കീഴ്പ്പെട്ട് അനുസരിച്ചിരുന്നു. വിശ്വാസ ഭവനത്തിലെ ഏത് പ്രവൃത്തിയും താൻ ചെയ്യുവാൻ അത്യുത്സാഹി ആയിരുന്നു. രോഗശാന്തി, കഷ്ടത എന്നിവ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുമായിരുന്നു. ഏത് നടത്തിപ്പുകാരോടും ചേർന്ന് അവർക്ക് വലങ്കരമായി നിലകൊണ്ടിരുന്ന തനിക്ക് മറ്റു പലരെക്കാളും വിശേഷതയേറിയ പല സ്വഭാവങ്ങളും കാണപ്പെട്ടു. ദൈവമക്കളെ സ്നേഹിക്കുകയും അവർക്ക് എല്ലാറ്റിനും എല്ലാമായി താൻ കാണപ്പെട്ടിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തുകൊണ്ട് ജീവിതം പൂർത്തിയാക്കിയ ബ്രദർ ഷിബുവിന്റെ വേർപാട് നമ്മുടെ വേലയ്ക്ക് നികത്തുവാനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും സഭാവിശ്വാസികളെയും എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. തൽസ്ഥാനത്ത് അനേകം പേരെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് മിഷൻ മൂന്നാർ സെന്ററിൽ നിന്ന് സെന്റർ പാസ്റ്റർ ഡേവിഡ് J. അപ്പച്ചനും അസിസ്റ്റന്റ് പാസ്റ്റർ തമ്പി അപ്പച്ചനും കൂട്ടുവേലക്കാരും അയച്ച സന്ദേശം.
തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് ആകുന്നു. സുവിശേഷ പോർക്കളത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന വിശ്വസ്തനായ ഒരു പടയാളിയാണ് എൽഡർ ഷിബു. തൻ്റെ താഴ്മ, സൗമ്യത, സാവധാനത, സ്നേഹം എടുത്തു പറയത്തക്കതും മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നതുമാണ്. സിയോനിൽ ശോഭയുള്ള കല്ലായി താൻ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒഴിവ് നികത്തുവാൻ അനേകം പേരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് മിഷൻ എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പാസ്റ്ററായിരിക്കുന്ന സാജനപ്പച്ചൻ അയച്ച സന്ദേശം. വളരെ വിനയവും അനുസരണവുമുള്ള ഒരു വിശുദ്ധ സ്വഭാവത്തിന് ഉടമയായിരുന്നു എൽഡർ ഷിബു തോമസ്. എല്ലാവരോടും സൗമ്യമായി ഇഷ്ടപ്പെടുവാനും എല്ലാവരെയും സഹായിക്കുവാനും സുവിശേഷ വേലയിൽ ശരീരം കൊണ്ട് അത്യന്തം അധ്വാനിക്കുവാനും ഷിബുവിന് സാധിച്ചു. പെട്ടെന്നുള്ള തൻ്റെ വേർപാട് സഭയ്ക്ക് വലിയ നഷ്ടമാണ്. ഈ സ്ഥാനത്തേക്ക് തക്കതായ ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദുഃഖാർത്ഥരായ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കൊട്ടാരക്കര സെൻട്രലിൽ നിന്ന് പാസ്റ്റർ ജോയിക്കുട്ടി, പുത്തൂർ സഭാ ശുശ്രൂഷകൻ, പൂയപ്പള്ളി സഭാ ശുശ്രൂഷകൻ എൽഡർ ബേബിക്കുട്ടി എന്നിവർ അയച്ച സന്ദേശം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഫിലിപ്പിയർ 1:21. പ്രിയപ്പെട്ട ശുഭമൂപ്പൻ തന്റെ യജമാനന്റെ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തയോടെ വളരെ അധ്വാനിച്ച് വിശുദ്ധന്മാർക്കും ദൈവജനത്തിനും ആശ്വാസകരമായി ശുശ്രൂഷ ചെയ്ത് സഭയ്ക്ക് ഒരു അനുഗ്രഹപാത്രമായിരുന്നു. തന്റെ സുഖം, ബലം ഒന്നും നോക്കാതെ വളരെ പൂർണ്ണതയോടെ ശുശ്രൂഷ ചെയ്ത് തനിക്കായി ഒരുക്കിയ അവകാശത്തിലേക്ക് വളരെ പെട്ടെന്ന് ചേർക്കപ്പെട്ടു. തന്റെ വേർപാട് ദൈവത്തിന്റെ വേലയ്ക്ക് നഷ്ടമെങ്കിലും സ്വർഗത്തിൽ ലാഭമായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിടവ് നികത്തുവാൻ അനേക ശ്രേഷ്ഠരായ കർത്തൃ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ MT ജോർജ് ബറോഡയിൽ നിന്ന് അയച്ച സന്ദേശം. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 87:3. പ്രിയപ്പെട്ട ബ്രദർ ഷിബുവിന്റെ പെട്ടെന്നുള്ള ദേഹവിയോഗത്തിൽ എന്റെ ഹൃദയംഗമായ സ്നേഹവും പ്രത്യാശയും അറിയിക്കുന്നു. ബാല്യപ്രായം മുതലേ പ്രിയ സഹോദരനുമായി ദൈവസ്നേഹത്തിൽ ബന്ധപ്പെടുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. ആൽപ്പാറ സഭയിൽ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നു. എല്ലാ കൂടിവരവുകൾക്കും ഞങ്ങൾ ഒന്നിച്ചു പോയി വരികയും എല്ലാ ദൈവിക കാര്യങ്ങളിലും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പ്രിയ സഹോദരനിൽ എടുത്തു പറയത്തക്ക പല വിശേഷ ഗുണങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കാണപ്പെട്ടിരുന്നു. ആരെ കണ്ടാലും അറിയുന്നവരോ അറിയാത്തവരോ പരസ്പരം കൈകൊടുത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു തന്റേത്. വിശ്വാസ ഭവനത്തിലെ ഒരു ജോലിക്കും പുറകിൽ നിൽക്കയില്ലായിരുന്നു. പ്രഭാത സമയങ്ങളിൽ റോഡിലൂടെ സുവിശേഷം പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം ചെറുപ്പം മുതലേ തന്നിൽ കാണപ്പെട്ടിരുന്നു. ആർക്കെങ്കിലും ഏത് ആവശ്യമുണ്ടെങ്കിലും അവരെ ഓടിച്ചെന്ന് സഹായിക്കുന്ന ഒരു വിശാല മനസ്സിന്റെ ഉടമയായിരുന്നു താൻ. കാലങ്ങളും സാഹചര്യങ്ങളും ഞങ്ങളെ വേർപിരിച്ചു എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ദൈവിക ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. പല സന്ദർഭങ്ങളിലും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഞാൻ കേരളത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ വീണ്ടും ഒത്തുചേരാറുണ്ടായിരുന്നു. ഈ സവിശേഷ ഗുണങ്ങളുള്ള ഒരു പുഷ്പത്തെ ദൈവം തൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തിരിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സഭാവിശ്വാസികളെയും കർത്താവ് സകല ആശ്വാസങ്ങളാലും നിറയ്ക്കട്ടെ. തൽസ്ഥാനത്ത് അനേകം പേരെ എഴുന്നേൽപ്പിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. റാന്നി സെൻട്രലിൽ നിന്നും വെച്ചുച്ചുറ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ യേശുദാസ് അവിടെയുള്ള വേലക്കാരും അയച്ച സന്ദേശം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവ്വവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. എസ്തേർ 10:3. മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ ഞങ്ങളുടെ പ്രിയ കൂട്ടുവേലക്കാരനായ ഷിബു ബ്രദറിന്റെ അനുഗ്രഹീതമായ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിന്റെ വയൽ പ്രദേശത്ത് വിശ്വസ്തനായ ഒരു പടയാളിയായിരുന്നു. തന്റെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം ഒരു വിശേഷിക്കപ്പെട്ടതായിരുന്നു. തന്റെ വേർപാട് എല്ലാവർക്കും ദുഃഖവും നഷ്ടവും ഉളവാക്കുന്നു എങ്കിലും പട ചേർത്തവനായ കർത്താവിനെ യേശുക്രിസ്തുവിനും സ്വർഗത്തിനും വലിയ ലാഭമായിരിക്കുന്നു. തന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കൂട്ടുവേലക്കാരെയും വിശ്വാസികളെയും തന്റെ ഭവനക്കാരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ.
കോട്ടയം സെൻട്രൽ കാനം സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ കനി ജോർജ് അയച്ച സന്ദേശം. കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. പ്രിയ ശുഭമൂപ്പനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. എല്ലാവിധത്തിലും ദൈവികമായ സ്വഭാവവും ദൈവികമായ താഴ്മയും അനുഗമിക്കുവാൻ അനേക സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ അതോർത്ത് ഭാരപ്പെടുന്നു. എന്നാലും സ്വർഗത്തിൽ താൻ വിലയേറപ്പെട്ട കല്ലായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. കൂടാതെ പുനലൂർ സെൻറ്ററിൽ നിന്ന് പാസ്റ്റർ ആരോഗ്യം, അമേരിക്കയിൽ നിന്ന് മാത്തിച്ചായനും കുടുംബവും, ജോസ് ആൻഡ് ഫാമിലി തൃശൂർ, റീന ഫാമിലി കുവൈറ്റ്, റിനു ആൻഡ് ഫാമിലി മസ്കറ്റ്, നിസി ആൻഡ് ഫാമിലി ന്യൂസിലാൻഡ്, ബോബി ഹന്ന ആൻഡ് ഫാമിലി ജർമ്മനി തുടങ്ങിയവരുടെ പ്രത്യാശയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശിവമൂപ്പനെ പരിചയപ്പെട്ടിട്ട് ഏതാണ്ട് 10 വർഷമായി. ഇവിടെ പറഞ്ഞ സാക്ഷികളെല്ലാം സത്യമായ സാക്ഷികൾ തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് മുമ്പുണ്ടായിരുന്ന നടത്തിപ്പുകാർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ കഴിയും. ഏതെല്ലാം സ്ഥലത്ത് താൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ അത് മാത്രമല്ല, താൻ ശുശ്രൂഷ ചെയ്യാത്ത സ്ഥലങ്ങളിൽപ്പെട്ടവർ പോലും തന്നെ സ്നേഹിച്ചിരുന്നു, താൻ അവരെ ബഹുമാനിച്ചിരുന്നു. പലർക്കുമില്ലാത്ത പല കഴിവുകളും വിശേഷതകളും തനിക്കുണ്ടായിരുന്നു. അതിൽ ഒന്നായിരുന്നു സുവിശേഷം അറിയാത്തവരെയും സുവിശേഷം അനുസരിക്കാത്തവരുമായവരെ ജാതി മതഭേദമെന്നെ എല്ലാവരെയും സ്നേഹിച്ചു. ഒരിക്കൽ ഞാൻ പാലാങ്കരയിൽ വെച്ച് ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നോട് സംസാരിക്കുന്ന വിശ്വാസിയല്ല, പുറത്തൊരാൾ വള്ളം ജോസഫ് അപ്പച്ചൻ കഴിഞ്ഞാൽ പിന്നെ ഈ ശിവമൂപ്പനാണ് അങ്ങനെ ഇടപെട്ടിട്ടുള്ളത്. നടത്തിപ്പുകാർ ഒരാവശ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനുവേണ്ടി ജീവൻ കൊടുത്ത് പ്രവർത്തിക്കുന്ന വിശേഷത എനിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ എത്രയോ സാക്ഷികളാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അതൊന്നും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും നടത്തിപ്പുകാർക്ക് ആശ്വാസമായി, കൂട്ടുവേലക്കാർക്ക് ആശ്വാസമായി, ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും തണലായി, എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായിരുന്ന വേല ചെയ്യുവാൻ ദൈവം തനിക്ക് ഭാഗ്യം. തൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ചെറിയ പ്രായത്തിൽ തന്നെ, കുഞ്ഞു പ്രായത്തിൽ തന്നെ മരണപ്പെടേണ്ടവനായി. എന്നാൽ ദൈവം തന്നെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനാക്കി നിർത്തി കഴിഞ്ഞ 25 ദീർഘവർഷക്കാലം കർത്താവിൻ്റെ ഭവനത്തിൽ വസിച്ച് ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിന്ന് ശുശ്രൂഷ ചെയ്ത് ഒരു പിതാവായി, അപ്പോൾ തന്നെ ഒരു മാതാവായി, മൂത്ത ഒരു സഹോദരനായി, ഒരു നല്ല ഉപദേഷ്ടാവായി, ഒരു അപ്പസ്തലനായി, എല്ലാവർക്കും ആശ്വാസമായി ശുശ്രൂഷ ചെയ്യുവാനൊക്കെ വണ്ണം ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തു. അപ്പസ്തലനായ പൗലോസ് ഫിലോമോന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയായിട്ട് കാണുവാൻ കഴിയും, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ട്. പ്രിയ ദൈവമക്കളെ, താൻ തൻ്റെ കുടുംബത്തിലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ലഭിക്കുക, ഒരു കുടുംബസ്ഥനായി ജീവിക്കുകയായിരുന്നുവെങ്കിൽ ഇത്രയും പേർ സാക്ഷ്യം പറയില്ല. ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാം സാക്ഷ്യവും ഈ സന്ദർശനവും എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? തൻ്റെ വിശേഷിക്കപ്പെട്ട സ്വഭാവം ഗുണം. പലർക്കും അനുകരിക്കത്തക്ക അനേക ദിവ്യമായ അനുഭവങ്ങൾ ശേഷിപ്പിച്ച് തന്നെ കടന്നുപോയിരിക്കുക. ഈ ശിവു തോമസിന് പകരം വയ്ക്കുവാൻ മറ്റൊരാളില്ല. ഞങ്ങൾക്ക് ഇവിടെ സഹോദരന്മാർ വളരെ കുറവുള്ള ഒരു സെൻ്ററാണ്. 2 സഭയും 3 സഭയും ഒക്കെ നടത്തുന്നവരുണ്ട്. ആ സ്ഥാനത്ത് ശിവു മൂപ്പനെ പോലൊരാൾ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് ഞങ്ങൾക്കൊരു വലിയ നഷ്ടം. എങ്കിലും ശിവു മൂപ്പനെയും എന്നെയും ഇവിടെ ഇരിക്കുന്ന നമ്മെ എല്ലാവരെയും വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രം അർപ്പിക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കാര്യങ്ങളെ ഒരുത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രകാരം സാക്ഷ്യം പ്രാപിച്ചു പോയ ഈ ദൈവദാസനെ ഓർത്ത് നമ്മൾ ഇനി ദുഃഖിക്കേണ്ട കാര്യം ഒന്നും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് കരയുന്നു? താൻ കാണിച്ച ഉത്തമമായ മാതൃകയും ജീവിതവും അനേകരെ ശ്രേഷ്ഠമേറിയ പാതയിലേക്ക് നടത്തി കൈപിടിച്ച് നടത്തിയ ഇങ്ങനെയുള്ളവർ കടന്നു പോകുന്നത് ദുഃഖം തന്നെ. പകരക്കാരായി അനേകരെ കർത്താവ് കോഴിക്കോട്ട് നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പലവയലിൽ നിന്നും സമീപ പ്രദേശങ്ങളിലും എഴുന്നേൽപ്പിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു മകനെ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ ഈ അമ്മച്ചിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ഈ സഹോദരങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിച്ചല്ലോ. അവർക്കാർക്കും ലഭിക്കാത്ത ഈ ഉന്നതമേറിയ അനുഭവം ശിവമൂപ്പൻ പ്രാപിച്ചു. ഇടയ്ക്കര സാക്ഷി പറഞ്ഞ് കേട്ടല്ലോ, ഞാൻ ജയിച്ചു. നമുക്കെല്ലാവർക്കും മുമ്പേ താൻ ജയാളിയായി തീർന്നിരിക്കുകയാണ്. എങ്ങനെ താൻ ജയാളിയായി തീർന്നു? പൗലോസ് പറയുന്നത്, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. പ്രിയ സഹോദരങ്ങളെ, ശിവമൂപ്പനെ കുറിച്ച് പല കാര്യങ്ങളും സാക്ഷി പറഞ്ഞല്ലോ. നിങ്ങൾ എത്രമാത്രം വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നുണ്ട്? അതോ ചൂടാക്കുകയാണോ? ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് തണുപ്പിക്കുന്നവർ? കൂട്ടുവിശ്വാസികളെ തണുപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? അനുസരണമുള്ളവർ എത്ര പേരുണ്ട്? ദൈവിക സ്വഭാവമുള്ളവർ എത്ര പേരുണ്ട്? പാറ
പോലെ വിശ്വാസത്തിന് തീക്ഷ്ണതയുള്ളവർ എത്ര പേരുണ്ട്? ഒരപ്പന്റെ ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? ഒരു പിതാവിന്റെ കരുതൽ, സ്നേഹം. അപ്പോൾ തന്നെ വിശുദ്ധിക്ക് വേണ്ടിയും പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയും വൈരാഗ്യത്തോടെ നിൽക്കുന്ന അനുഭവം ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് പ്രാപിച്ചത്? ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാപിച്ചതാണ്. തന്നെ കുറിച്ച് അനേകർക്ക് സാക്ഷ്യം പറയാനുണ്ടെങ്കിലും നാളെ ആരാധനയിൽ ഞങ്ങൾ ആ സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവമക്കൾക്ക് അവസരം കൊടുക്കും. ശുശ്രൂഷയോട് പറയുകയാണ്, ദൈവമക്കൾക്ക് അവസരം കൊടുക്കണം. ഈ വേദിയിൽ അവസരം കിട്ടിയില്ലെങ്കിലും നമ്മുടെ സഭകളിൽ തന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ പൗലോസിന് പറയാനുള്ളത്, ഈ ഭക്തന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായെന്ന്. ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ ആ ഭക്തനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വസ്തയാണ് സ്നേഹം. പാട്ടുകാരൻ പാടിയതും നമ്മൾ ചേർന്ന് പാടുന്നതും, സ്നേഹം അനേകരിൽ കുറഞ്ഞതായി കണ്ടിടുന്നു, സ്നേഹത്തിൽ വരവിൻ ലക്ഷ്യങ്ങളോ, സ്നേഹം അനേകരിൽ കുറഞ്ഞതായി കണ്ടിടുന്നു, സ്നേഹത്തിൽ വരവിൻ ലക്ഷ്യങ്ങളോ, വാനഭൂമണ്ഡലങ്ങൾ ഒന്നിളകിടുന്നു, വാനിൽ വെട്ടൂതരുമാ വാനഭൂമണ്ഡലങ്ങൾ ഒന്നിളകിടുന്നു, വാനിൽ വന്നിടണേ. സ്നേഹം അനേകരിൽ കുറഞ്ഞിരിക്കുന്ന കാലം. ഇന്നലെ ഈ സമയത്തും ഞങ്ങൾ ഇടക്കാരാധന നടത്തുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രാപിച്ച നമ്മുടെ ഒരു വിശ്വാസി സഹോദരി താൻ പ്രിയവശ കർത്താവിൻ്റെ അടുക്കൽ പോയി അടക്കാരാധന നടത്തുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശിവമൂപ്പൻ ജയിച്ചിരിക്കുക. ഇത് തോൽവിയല്ല, ഇത് വലിയ ജയമായിട്ട് സ്വർഗം അംഗീകരിച്ചിരിക്കുന്നു. തന്നെ എങ്ങനെയാണ് ജയാളിയായി തീർന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിച്ചപ്പോഴാണ് മൂത്ത സഹോദരിയെയും സഹോദര ഭർത്താവിനെയും മക്കളെയും അമ്മയെയും തൻ്റെ സഹോദരങ്ങളെല്ലാം വെട്ടി ശുശ്രൂഷയ്ക്കായി വന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷ ആര് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരായ ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിൽ ജനിച്ചവരാണോ? അല്ല, ഒറ്റ വീട്ടിൽ നിന്ന് വസിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കും? ഇതാരെ കൊണ്ട് കഴിയും? ഇതാണ് ക്രിസ്തുവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം. ഇത് ലോക മനുഷ്യർക്ക് പറഞ്ഞാൽ അറിയത്തില്ല, ഇതാർക്കും പറഞ്ഞാൽ ഗ്രഹിപ്പാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിന് വലിയ രഹസ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടിയും പ്രമാണങ്ങൾക്ക് വേണ്ടിയും വൈരാഗ്യത്തോടെ നിൽക്കുന്നവർ. ഇത് ലോകത്തിന് അറിഞ്ഞുകൂടാ, ഇതെത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു മാർഗമത്രേ. ഇത്രയും പേര് ഇവിടെ കൂടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. ഈ കോഴിക്കോട് പട്ടണവാസികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതൊരു വിശേഷിക്കപ്പെട്ട അനുഭവം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നു ഇത്? ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ നിർബന്ധിച്ചു. ആ സ്നേഹത്താൽ നിർബന്ധിതനായി തീർന്ന ശേഷം ചിലവിന് തന്റെ വീടോ തന്റെ മൂത്ത സഹോദരിയോ തന്റെ അളിയനോ അമ്മയോ ഒന്നുമല്ല പ്രാധാന്യം. ഞങ്ങളെല്ലാം അങ്ങനെ വന്നിരിക്കുക. ഞങ്ങൾ ആരും വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നവരല്ല. ഞങ്ങളുടെയൊക്കെ ഉറക്കവും അല്പസമയം ഉറങ്ങുന്നെങ്കിൽ അത് ഫെയ്ത്തോപ്പിൽ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശിവൂപ്പനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് നിങ്ങളോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ച് നിങ്ങൾ ഈ അനുഭവങ്ങൾ പ്രാപിക്കും. ഈ അമ്മശീല ഹൃദയം ഇപ്പോൾ പിടയ്ക്കുകയാണ്. എന്റെ മകൻ നിമിത്തമായിട്ട് ഈ ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. ഈ സഹോദരങ്ങൾ ഓരോ മക്കളും പറയുകയാണ്, ഞങ്ങളുടെ അങ്കിളിന് ഞങ്ങളുടെ സഹോദരന് ഈ ശ്രേഷ്ഠത കിട്ടിയല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കും ഇറങ്ങി വരാം. ഇത് ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. ഇത് മഹത്വപൂർണമായ ശുശ്രൂഷയാണ്. ഈ മഹത്വം ഭാവിപ്പാൻ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് യേശുവിന്റെ സ്നേഹത്താൽ നിർബന്ധിതരായി മുൻപോട്ട് വരണം. ഈ സ്നേഹം ഒരുവനിലേക്ക് വരുമ്പോൾ ആ സ്നേഹ നിമിത്തമായിട്ട് പൗലോസ് പറയുകയാണ്, സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. അനേകരെ ആശ്വസിപ്പിക്കുന്ന അനുഭവങ്ങൾ, അനേകരെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ. അക്ഷരീയമായ സന്തോഷമല്ല, അനേകർക്ക് ആത്മീയ സന്തോഷം പകർന്നു കൊടുക്കുന്ന ഈ ശിവമൂപ്പനെ പോലെയുള്ള അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നമ്മുടെ സഭകളിൽ നിന്ന് അനേക സഹോദരിമാർ സഹോദരന്മാർ കടന്നു വരട്ടെ. അനേക പുരുഷത്വമുള്ള സഹോദരിമാർ കടന്നു വരട്ടെ. അനേക സഹോദരന്മാർ ധീരതയോടെ പോരാടുവാൻ കടന്നു വരട്ടെ. എന്താണ് അവർ ചെയ്യുന്നത്? വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുക. ശിവമൂപ്പൻ അത് ജയിച്ചു. വിശുദ്ധന്മാരോട് നടത്തിപ്പോകാനും ചേർന്ന് നിൽക്കുക. അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോകത്തില്ല, ഉടക്കാനൊന്നും പോകത്തില്ല. അനേക ഉടക്കന്മാരോട് നിന്ന് സൗകര്യമാരെന്ത് ഉടക്കികളെന്ന് പറയും. എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന് അറിയത്തില്ല മലയാളം. എന്നാൽ ശിവമൂപ്പനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊന്നും അതാണ് ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ,
താൻ കാണിച്ചതായ ഉത്തമമായ മാതൃക, ശ്രേഷ്ഠമേറിയ മാതൃക എല്ലാവർക്കും അനുകരിക്കത്തക്കതാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്തായിരിക്കും ഈ ശിവമൂപ്പനെ കുറിച്ച് പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയ മകൻ, ഇവളെൻ്റെ പ്രിയ മകളെന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ആ പ്രത്യാശ പൗലോസിന് ഉണ്ടായിരുന്നത് കൊണ്ട് ഫിലിപ്പ് ലേഖനത്തിൽ ഇങ്ങനെ താൻ എഴുതി വെച്ചു, 1-ാം അധ്യായത്തിൽ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അതാത്യുത്തമമല്ലോ. തന്റെ 25 വർഷക്കാലത്തെ ശുശ്രൂഷ പൂർത്തീകരിച്ചുകൊണ്ട്, തന്റെ 49 വയസ്സ് ജീവിതത്തെ താൻ പൂർത്തീകരിച്ചുകൊണ്ട്, ഈ ശുശ്രൂഷയിൽ തനിക്കൊരു നല്ല സാക്ഷ്യം പ്രാപിച്ചുകൊണ്ട് താനിതാ എത്തേണ്ടത് പോയി ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്ന അനുഭവം. സ്തോത്രം. എല്ലാം വിട്ടുകൊണ്ടാണ് നാം പാടുന്നത്. സകലവും വിട്ടു ഞാൻ പോയിടുന്നേ, യേശുവോടു കൂടെ വസിപ്പാൻ. സകലവും വിട്ടു ഞാൻ പോയിടുന്നേ, സമയമില്ല. പ്രിയപ്പെട്ട ഓർത്തോണം, അമ്പലവയലും ബത്തേരിയും സഭയുടെ ശുശ്രൂഷകനായി അവിടുത്തെ ഒരു രാജാവായിരിക്കുന്ന ആള് ഇവിടെ വന്ന് ദൈവസന്നിധി നോക്കണം. ഒന്നും സ്വന്തമെന്ന് പറയാനില്ല. നാം ചിന്തിക്കണം, ഒരു യഥാർത്ഥ പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകൻ അങ്ങനെയാണ്. എന്നാൽ ശിവമൂപ്പന് ഞങ്ങളുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ട യൗവനക്കാരോട് ഞാൻ പറയുകയാണ്, ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ധാരാളം ചാൻസ് ഉണ്ട്. കടന്നു വരിക, നിങ്ങൾക്കിത് പ്രാപിക്കാം. ഒന്നുമില്ലെങ്കിലും പൗലോസ് എന്താ പറഞ്ഞത്? എല്ലാം കൈവശം ഉള്ളവനെ ഒന്നിനൊരു കുറവുമില്ല. എന്തിനാ കുറവ്? എന്തെങ്കിലും കുറവുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ എല്ലാം നിറവായ അനുഗ്രഹങ്ങൾ തരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് വിട്ടുപിരിഞ്ഞ് പോയി താൻ ചേർന്നിരിക്കുകയാണ്. താൻ എന്തൊരു ഭാഗ്യശാലിയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൗലോസ് ഈ വേർപാടിന് പല പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നാണ് ഫിലിപ്പ് ലേഖനത്തിൽ തിമോഥെയോസിൽ വായിക്കുന്ന നിര്യാണം. അർത്ഥം പുറപ്പാടെന്നാണ്. എന്നെക്കാൾ നിങ്ങളെക്കാൾ മുമ്പേ ഈ ദൈവദാസൻ പുറപ്പെട്ട് തൻ്റെ അവകാശത്തിൽ പോയി ചേർന്ന് കഴിഞ്ഞു. ഇവിടെ നിന്നാൽ അവകാശം പ്രാപിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് തൻ്റെ മുഖം ശോഭയോടെ പല ദർശനം കണ്ടല്ലോ, തേജസ്സോടെ കണ്ടു. താൻ ജയിച്ചു 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 എന്ന് പറയുകയാണ്. താൻ തുള്ളി ചാടുകയാണ്, ആനന്ദിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താൻ പുറപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 25 വർഷക്കാലത്തെ ശുശ്രൂഷ, ഒരാൾ പറഞ്ഞതുപോലെ 25 അല്ല 50 അല്ല, അതിലധികം വർഷത്തെ ശുശ്രൂഷ ചുരുങ്ങിയ നാൾ കൊണ്ട് താൻ ചെയ്ത് തികച്ചിരിക്കുകയാണ്. അതിനൊരു വിശ്രാമത്തിന് വേണ്ടി കടന്നു പോയിരിക്കുകയാണ്. അതിനാണ് നിദ്ര എന്ന് പറയുന്നത്. മരണമെന്നല്ല, നിദ്ര എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. താനിപ്പോൾ നിദ്ര കൊള്ളുകയാണ്, ഉറങ്ങുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതേ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ വായിച്ചു കേട്ട ആശ്വാസവചനമാകുന്ന 2 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവർ. ഈശ്വരൻ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ സഹോദരൻ ഉറങ്ങുകയാണ്, നാം അവനെ ഉണർത്തുവാൻ പോകുന്നു. ഈ നമ്മുടെ പ്രിയ സഹോദരൻ ഇപ്പോൾ ഉറങ്ങുകയാണ്. അവൻ ഉണരുന്ന ഒരു നാഴിക വരും. ഒരു കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അവൻ ഉണർന്നു വരും. കല്ലറ വിട്ട് ഉണർന്നു വരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് അനേക വിശുദ്ധന്മാർ ഉണരുന്ന ദിവസമായിരിക്കും. അന്ന് ഈ ദൈവദാസൻ ഉണർന്നു വരും. പ്രിയ ദൈവമക്കളെ, സ്നേഹിതരെ, പ്രിയ അമ്മച്ചി, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ഓർത്തുകൊള്ളണം, ഈ പ്രിയ നിങ്ങളുടെ സഹോദരനും മകന് ദൈവം കൊടുത്ത ഭാഗ്യം, ദൈവം കൊടുത്ത പദവി പരമോന്നത പദവിയാണ്. സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ അവകാശത്തിന് താൻ ഉടമയായി തീർന്നിരിക്കുകയാണ്. എന്താണ് അവകാശം? സ്വർഗത്തിലെ ഏറ്റവും വലിയ അവകാശമാണ് സിയോൻ. ദൈവത്തിന് സ്തോത്രം. അത് മഹാരാജാവിന്റെ നഗരം, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഉയരം കൊണ്ട് മനോഹരം, സർവഭൂമിയുടെയും ആനന്ദം. സ്തോത്രം. അവിടേക്ക് പോയി താൻ ചേർന്നു. താൻ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ലോക മനുഷ്യർക്ക് ഇത് അറിയത്തില്ല. ഇന്നത്തെ ഗവൺമെന്റിന് അറിയാമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഞങ്ങൾക്കറിയാം, താൻ
ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് ലഭിക്കുന്നത്? ഒരു കൂട്ടം സാധുക്കൾക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ ഒരു പാട്ടുകാരൻ പാടിയത്, സാധുക്കൾ മക്കൾക്ക് ഈ ഭാഗ്യം ലഭ്യം, യാത്ര ചെയ്യൂ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ആകയാൽ ഈ ശിവമപ്പൻ കാണിച്ച ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ മാതൃക കൂട്ടുവേലക്കാരായ നമുക്ക് അത് പിന്തുടരാം. താൻ കാണിച്ചതായ സ്നേഹം ഈ മക്കളെ നമുക്ക് പിന്തുടരാം. താൻ കാണിച്ചതായ സഹകരണ മനോഭാവം, ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന അനുഭവങ്ങൾ. എത്ര പേരാണ് പറഞ്ഞത്? ആ ദൈവദാസനെ കുറിച്ച് പറയുവാൻ എത്രയോ പേര്. പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, കുടുംബാംഗങ്ങളെ, നാം ഓർത്തുകൊള്ളുവീൻ. താൻ പ്രിയമശ കർത്താവിന്റെ അടുക്കിലേക്ക് പോയി ചേർന്നിരിക്കുന്ന പോലെ ഇന്നെന്ന പോലെ നമുക്ക് ഒരു കടന്നുപോക്കുണ്ട്. പക്ഷേ നാം ഓർത്തുകൊള്ളണം, കടന്നു പോകുമ്പോൾ എവിടേക്കാണ് നാം പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് പോകുന്നത്? ഇതാ, ഒരിക്കലും മാറാത്ത യേശുവിന്റെ സ്നേഹത്താൽ നിർബന്ധിതനായി ശുശ്രൂഷ ചെയ്തതിനാൽ പൗലോസ് അപ്പോസ്തലൻ ഫിലോമോനെ കുറിച്ച് പറഞ്ഞു, സ്നേഹത്തിലേക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഇതുപോലെ സന്തോഷകരമായി ആശ്വാസകരമായി ശുശ്രൂഷ ചെയ്ത് ഉത്തമരായ വിശ്വാസികളായിരുന്നത് എന്ന് ദൈവിക സത്യങ്ങൾ അനുസരിച്ച് പോകുന്നവർ ദൈവസന്നിധി ചേർക്കപ്പെടാൻ കാലമാണ്. അതിനെന്ത് വേണം? പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നീ ഒരു ദൈവവചനായിത്തീരും. ജീവിതത്തിൽ ഇതുവരെയും പാപം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇന്നെ രക്ഷാദിവസമാകട്ടെ. 2, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുഴുകൽ സ്നാനം സ്വീകരിക്കും. 3, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷാ ഭാഷണത്തോടെ പ്രാപിക്കണം. 4, ലോകത്തിൽ വേർപെട്ട ജീവിതം അനുഷ്ഠിക്കണം. 5, അപ്പോസ്തലന്മാരുമായുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ വളരണം. അന്ത്യം വരെയും നിലനിൽക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വാസ ജീവിതം നയിക്കണം. വിശ്വാസ ജീവിതം ഒരു മർമ്മമാണ്, ഇതൊരു രഹസ്യമാണ്. ഇത് അനേകർക്ക് ഇത് അറിഞ്ഞുകൂടാ. എന്നാൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, ഇതൊരു വലിയ മർമ്മം അഥവാ രഹസ്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ ആരാണ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ സുദീർഘമായ സേവനം 25 വർഷം ചെയ്തപ്പോൾ തന്നെ മാനിച്ച് തന്റെ അടുക്കലേക്ക് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇനി തനിക്ക് ദുഃഖമില്ല, കണ്ണുനീരില്ല, ഭാരമില്ല. ഇനി അണലിയെ പേടിക്കേണ്ട, മൂർഖനെ പേടിക്കേണ്ട, തീയെ പേടിക്കേണ്ട, ഒന്നിനെയും പേടിക്കേണ്ട. ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, വേദനയില്ലാത്ത, യാതൊരു അല്ലലുമില്ലാത്ത ഉല്ലാസ നാട്ടിലേക്ക് പോയി താൻ ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ പ്രത്യാശയാൽ നിറയാം. ഈ പ്രത്യാശയിലേക്ക് അനേകർ കടന്നു വരുവാൻ തക്കവണ്ണം ഈ അടക്കാരാധന മുഖാന്തരമാകും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ നമുക്ക് നമ്മെ സമർപ്പിക്കാം. പൗലോസ് ഫിലോമോനെ കുറിച്ച് പറഞ്ഞതുപോലെ, തന്റെ കൂട്ടുവേലക്കാരെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിന് നമുക്ക് ഉടമകളായി തീരാം. യേശു വരാറായി.